जय यीशु मसीह की। सभी भाई बहनों, एमजीओ कैथेड्रल भिलाई के सभी भाई बहनों को मेरा सादर नमस्कार। एक बार फिर मुझे आप लोगों के समक्ष अपना वीडियो के माध्यम से सब बात प्रदर्शित करने का मौका मिल रहा है। इसके लिए मैं प्रभु यीशु मसीह को मैं बहुत कोटि कोटि धन्यवाद देता हूँ। പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒന്നുകൂടി എനിക്ക് നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാനുള്ള അവസരം ദൈവം തന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഞാൻ എംജിഒ കത്തീഡ്രലിൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ വീഡിയോയിലേക്ക്. ഇത് എൻ്റെ ഒരു കർത്തവ്യമാണ്. ഈ സമയത്ത് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. പല കാര്യങ്ങളും ഈ പള്ളിയിലും സ്കൂളുകളിലും പലതും നടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ചെവികളിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. നമുക്കാർക്കും തന്നെ അത് മനസ്സിലാകുന്നില്ല. ആ ചിന്താഗതിയെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നമുക്ക് ഓരോന്ന് മനസ്സിലാകും. ഇപ്പം അടുത്ത് തന്നെ നമുക്ക് വിഷയങ്ങൾ നമുക്ക് ഇലക്ഷനിൽ കൂടെയുള്ള അതായത് നോട്ടിഫിക്കേഷൻ, നമ്മുടെ അച്ഛന് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 4-ാം തീയതി ഒരു നോട്ടിഫിക്കേഷൻ അച്ഛന് ഇറക്കിയിട്ടുണ്ട്. ഇതൻ പ്രകാരം ഈ അച്ഛൻ ഷാജി ബേബി അച്ഛനാണ് അത് ഇറക്കിയിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷനാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവരും കാണാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇതും പ്രകാരം ആണ് ഇതിൻ്റെ ഇലക്ഷൻ ഷെഡ്യൂൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഷാജി അച്ഛൻ ഇത് 4-ാം തീയതി നോട്ടിഫിക്കേഷൻ ഇറക്കി ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് തൂക്കിയിട്ടുണ്ട്. ആ എലിജിബിലിറ്റി ലിസ്റ്റിൽ 133 പേരുടെ എലിജിബിലിറ്റി കാണിച്ചിട്ടുണ്ട്. 133 പേരുടെ 133 പേരുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ്. ഈ 133 പേരുടെ എലിജിബിലിറ്റി ലിസ്റ്റിൻ്റെ അകത്ത് ഈ ഷാജി ബേബി അച്ഛൻ്റെ സിഗ്നേച്ചറുണ്ട്. നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് കാണാം. ഇതും പ്രകാരം ഈ ഇതിൻ്റെ നോമിനേഷൻ കൊടുക്കുന്നതും എലിജിബിലിറ്റി ഇടുന്നത് എൻ്റെ മാർച്ച് 10-ാം തീയതി കുർബാനയ്ക്ക് ശേഷം ഇതിൻ്റെ ഇലക്ഷൻ നടത്തപ്പെടുന്നു എംജിഒ കത്തീഡ്രലിൽ വെച്ചാണ് എന്നുള്ളത് അതിൻ്റെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതും പ്രകാരം നോട്ടിഫിക്കേഷൻ്റെ അനുസരിച്ച് ഫെബ്രുവരി 19-ഉം 20-ാം തീയതിയും ഈ പറയുന്ന നമ്മുടെ നോമിനേഷൻ ഫോം ഇഷ്യൂ ചെയ്തു. ഈ നോമിനേഷൻ ഫോം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് ഈ റിട്ടേണിംഗ് ഓഫീസർ ഫാദർ എന്ന് പറയുന്ന, അതായത് പ്രസിഡൻറ്റ് ഓഫ് ദ എംജിഒ കത്തീഡ്രൽ, അദ്ദേഹമാണ് ഈ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ഇതിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ ആവുന്നത്. വർഷങ്ങളായിട്ട് നമ്മളങ്ങനെ കണ്ടുവരുന്നതാണ്. പക്ഷേ 19-ാം തീയതി നമ്മളവിടെ ഫോം മേടിക്കാൻ ചെന്നപ്പോൾ ഫാദർ ഷാജി ബേബി അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അതിന് പകരമായിട്ട് ഷിനോയ് ചെറിയാൻ അച്ഛനായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെ അച്ഛന് ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ലെറ്റർ തന്നെ ചോദിക്കുകയാണ്, അച്ഛൻ നാട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ലെറ്റർ കാണിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം കാണിച്ചില്ല. ആ ലെറ്റർ ഇങ്ങനൊരു അശ്രദ്ധയോടുകൂടി പോകുക എന്ന് പറയുന്നത് അത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഇലക്ഷൻ ഇടയ്ക്ക് വരുമ്പോൾ ഒന്നുകിൽ അത് മാറ്റി വെച്ചിട്ട്, ഇന്നിപ്പോൾ അച്ഛൻ 1-ാം തീയതി വന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അച്ഛൻ ഇന്ന് രാത്രി വന്നു. ഇന്ന് 2-ാം തീയതി അച്ഛൻ അവിടെ നോമിനേഷൻ വിഡ്രോളിൻ്റെ സമയത്ത് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു എന്നൊന്ന് ഞാൻ അറിഞ്ഞു. ഈ സമയത്ത് അച്ഛൻ 2-ാം തീയതി വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇട്ട് ഈ 4-ാം തീയതി ശേഷം ചെയ്തിട്ട് ധാരാളം സമയമുണ്ട്, അങ്ങനെ ചെയ്യുവാണെങ്കിൽ അച്ഛൻ ചെയ്യാമായിരുന്നു. പക്ഷേ അച്ഛന് ആ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ദായിത്വം ശരിയായ രീതിയിൽ നിർവഹിക്കാതെ അച്ഛൻ സ്ഥലം കാലിയാക്കി. അതിനുശേഷം അതിനിടയ്ക്ക് മറ്റൊരച്ഛനെ, അതായത് നമ്മുടെ എംജിഎം സ്കൂളിൻ്റെ ഒരു എംപ്ലോയി ആയ അച്ഛനെ, അദ്ദേഹത്തിനെ കയറ്റി അവിടെ ഇരുത്തിയിട്ട് അദ്ദേഹം സ്ഥലം വിട്ടു. അപ്പോൾ എംപ്ലോയി എന്നുള്ള അച്ഛൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എങ്ങനെയാണെന്ന് നോക്കുക, നിങ്ങൾ തന്നെ നോക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു അറിവില്ലായ്മയും അദ്ദേഹത്തിൻ്റെ ഇതും. നോട്ടിഫിക്കേഷൻ തന്നു കഴിഞ്ഞ് ആ നോട്ടിഫിക്കേഷൻ്റെ റെസിപ്റ്റ് സൈഡ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത് തന്നു, ഡേറ്റ് വിട്ട് തന്നായിരിക്കും. അപ്പോൾ അത്രയ്ക്കുള്ള അറിവേ അദ്ദേഹത്തിനുള്ളൂ. എന്താ വെച്ചാൽ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെ വാങ്ങിക്കേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഗ്രാഹ്യമില്ല.
അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പഠിത്തം വെച്ചുകൊണ്ടാണ് ഇനി അടുത്ത പള്ളികളിൽ പോയി അദ്ദേഹം ഭരിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള അറിവില്ലായ്മയാണ് ഇത് ഇങ്ങനെയുള്ള അച്ഛന്മാർ നിൽക്കൊണ്ട് ഇങ്ങനെ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഈ ദൗത്യമാണ്. ഇത് പിള്ളേർക്ക് ഇതൊക്കെ മതി എന്നുള്ള ചിന്തയിലാണ് ഇത് പോകുന്നത്. അതുകൂടാതെ റിട്ടേണിംഗ് ഓഫീസർ എപ്പോഴും നിന്നാലും ആ റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് നിഷ്പക്ഷമായിട്ട് രണ്ട് ഗ്രൂപ്പിലും ഇല്ലാത്ത ആൾക്കാർ ധാരാളം പേര് ഇവിടോട്ട് അവരെ ഈ റിട്ടേണിംഗ് ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് 2-3 പേര് അവരെ എടുക്കുക. അവിടെ ഇലക്ഷൻ ഫോം മേടിക്കുകയോ അല്ലെങ്കിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ കാൻഡിഡേറ്റായിട്ട് നിൽക്കുകയോ ചെയ്യാൻ പാടില്ല. ഇത് വർഷങ്ങളായിട്ട് നിന്നോട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിലവിൽ കണ്ട ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മാന്യമായിട്ട് ഇരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. മാന്യമായിട്ട് ഈ ഫോട്ടോഗ്രാഫ്സിൽ കാണുന്ന ആളാരെന്ന് നോക്ക്. ഈ അച്ഛൻ അവിടെ ഇരിക്കുന്നു, അതിൻ്റെ കൂടെ ആ കാൻഡിഡേറ്റ് അദ്ദേഹം ഒരു രാഷ്ട്രീയം കളിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറാണ്. അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം സുഖമായിട്ടിരുന്നിട്ട് അദ്ദേഹം ഇത് നോക്കിക്കോ. ഇതാണ് നോമിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്ക്. ഈ മഹാനാണ്. ഇങ്ങനെയാണ് അച്ഛന്മാർ പ്രവർത്തിക്കുന്നത്. ഈ ഒരു നിഷ്പക്ഷമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ന്യായമായിട്ട് അച്ഛന്മാർ ചെയ്യേണ്ട വേലകൾ അച്ഛൻ ചെയ്യാതെ അച്ഛന്മാർ ചെയ്ത് ഇതുപോലെ ഒരു രാഷ്ട്രീയത്തിൽ കളിക്കുന്ന വ്യക്തിയെ പിടിച്ച് അവിടെ തൊട്ടടുത്തിരുത്തി അദ്ദേഹം അവിടുത്തെ ക്ലറിക്കൽ വർക്ക് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് അദ്ദേഹം നോമിനേഷൻ ഫോം ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള തെറ്റുകൾ സംഭവിക്കും. എന്താ വെച്ചാൽ പ്രായമുള്ളവരെ ഇവർ ഇഗ്നോർ ചെയ്യുകയും അവർ അറിവുള്ളവരെ തട്ടിക്കളയുകയും അവർക്ക് പണിഷ്മെൻറ്റ് ഇമ്പോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം ഇതാണ് എൻ്റെ രീതികൾ. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നോമിനേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്ക് നിങ്ങൾ ഇത് തന്നെ നിങ്ങൾ നോക്ക്. നോമിനേഷൻ ഇവിടെ ഒരു ഡേറ്റ് ഇതുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ഇത് മനസ്സിലാവില്ല. ഇത് 19-ാം തീയതി ഒരു ഡേറ്റ് റിസീവ് ചെയ്തതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇവിടെ റിസീവ് ചെയ്തിട്ട് വേറെ ഒരു ഡേറ്റ്. ആരാണ് ഇത് ചെയ്തിരിക്കുന്നത് റിസീവ് ഈ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത്? ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലുള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന വളരെ 19-ാം തീയതി ഫോം ഇഷ്യൂ ചെയ്ത് അന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 25-ാം തീയതി ഇദ്ദേഹം 22-ാം തീയതി ഇദ്ദേഹം റിസീവ് ചെയ്ത് ആ ഡേറ്റ് വിട്ട് വീണ്ടും ആ സിഗ്നേച്ചർ തന്നെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്രയും ബാലിഷ്യമായ രീതിയിലാണ് ഈ ഇലക്ഷനെ കണ്ടക്ട് ചെയ്യുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ധാരാളം പേര് കാണും. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഓരോരുത്തർ ഇതിന് നോമിനേഷൻ നടത്തി അതിൻ്റെ ഫോട്ടോ കോപ്പി ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ കോപ്പി വെച്ചിട്ടാണ് ഞങ്ങൾ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തത്. അച്ഛൻ ഇത് വെച്ചുകൊണ്ടാണ് ഇതനുസരിച്ചാണ് ഈ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ഫോട്ടോ കോപ്പി നോക്കുക അച്ഛൻ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഈ സത്യാവസ്ഥയെല്ലാം വെച്ചുകൊണ്ടാണ് അച്ഛന്മാർ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെല്ലാം ന്യായവും മറ്റുള്ളവർ ഒരു തെറ്റുകളില്ലെങ്കിലും അതിൻ്റെ ആ തെറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ എൻ്റെ സഹോദരന്മാർ ഇത് അച്ഛന്മാർ ചെയ്യുന്ന പണി. എന്നിട്ട് ഈ നോമിനേഷൻ ഫോമിൻ്റെ സ്ക്രൂട്ടിനി നടന്നു 24-ാം തീയതി. സ്ക്രൂട്ടിനി നടന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സ്ക്രൂട്ടിനിക്കകത്ത് ഇതാണ് സ്ക്രൂട്ടിനി ചെയ്തിരിക്കുന്നത്. ഈ സ്ക്രൂട്ടിനി ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ആരാ ഷൈൻ ചെയ്തിരിക്കുന്നത് നോക്ക്. ഷാജി വേവി ഫാദറിൻ്റെ സിഗ്നേച്ചറാണോ എന്ന് നോക്കി നിങ്ങൾ എല്ലാവരും ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചു നോക്ക്. ഇതിൻ്റെ അകത്ത് നോക്കുക. ഇത് സ്കൂളിൻ്റെയാണ്. ഇതിൻ്റെ അകത്ത് ഷാജി വേവിയുടെ സിഗ്നേച്ചറാണോ എന്ന് നോക്കിയേ. നോയമ്പ് കാലങ്ങളാണ് സഹോദര. ഈ നോയമ്പ് കാലത്തിൽ ഇതുപോലെ അച്ഛന്മാർ ചെയ്യുന്ന പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ. ഷാജി വേവി സിഗ്നേച്ചർ നോക്ക്. ഷാജി വേവിയുടെ സിഗ്നേച്ചർ താഴെ നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ പറയുന്ന ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫാദർ ഷിനോയി എന്ന് ഒരു MGM സ്കൂളിൻ്റെ എംപ്ലോയി, അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസറായിട്ട് അവിടെ കയറിയിരുന്ന് ഷാജി വേവിയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് കള്ള സിഗ്നേച്ചർ ഇട്ട് 25-ാം തീയതി അദ്ദേഹം ഈ പറയുന്ന 24-ാം തീയതി 25-ാം തീയതി രാവിലെ അദ്ദേഹം നോമിനേഷൻ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന ലിസ്റ്റിൻ്റെ സിഗ്നേച്ചറാണിത്. അപ്പം ഇതുപോലുള്ള 420 കേസസാണ് അച്ഛന്മാർ ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിനെ ഏതെങ്കിലും തിരുമേനിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഫാദർ ഷാജി ബേബിയോ മൗലിക തെറ്റുകൾ മനസ്സിലാക്കി അതിനെ ഏതെങ്കിലും രീതിയിൽ ഇത് തിരുത്താനായിട്ട് മൊത്തത്തിൽ ഇത് ക്യാൻസൽ ചെയ്യുവാണെന്നുള്ളതാണ് മൗലികാവകാശം. പക്ഷേ അത് ചെയ്യുമോ? मैं कहना यही है, ये जो गलती 420 किया है शाजी बेबी के नाम से इन्होंने सिग्नेचर किया है मिस्टर शिनोई फादर जो MGM स्कूल के एम्प्लॉई है,
ये एमजीएम स्कूल का एम्प्लॉय, ये शाहजी बेबी का सिग्नेचर ये देख लीजिए, ये आपको दिख रहा है स्पष्ट रूप से, है ये दिख रहा है नीचे, है ये दिख रहा है आपको, है और उसके ऊपर में ये देखिए, ये शाहजी दोनों का सिग्नेचर देख लीजिए। ये फादर शिनोय जो है एमजीएम स्कूल का एम्प्लॉय, इन्होंने शाहजी बेबी का नाम, ठीक है उन्होंने रिटर्निंग ऑफिसर था तो उनको रिटर्निंग ऑफिसर करके अपना नाम लिख के कर सकते थे। जब गलती नहीं है, वो अगर वास्तव में रिटर्निंग ऑफिसर थे तो उनकी ड्यूटी थी कि वो जो है उसको अपना नाम लिख के उसको कर सकते थे। शाहजी बेबी का नाम लिख के उसमें वो सिग्नेचर करना ये बहुत बड़ा अपराध है और ये केस बनेगा। और ये केस में ये व्यक्ति, मैं विगत कई दिनों से एप्लीकेशन दे रहा था तो मैं फादर शिनोय को मैं हर जगह में मैं उसे छोड़ रहा था कि इसका ट्रांसफ़र हो रहा है, जाने दीजिए करके। लेकिन मेरी मजबूरी है इस व्यक्ति को अब आज की तारीख में मुझे 420 के अंदर में इनको केस में ले आना। और ये केस में जवाबदार व्यक्ति हैं, ये क्रिमिनल व्यक्ति हैं और एक क्रिमिनल एक्टिविटीज़ में आ गए हैं और इसका मेरे को निश्चित रूप से इन्हें कोर्ट पहुंचाना मुझे बहुत ज़रूरी है। और कोर्ट में ये कितनी पैसा खर्चा करे ये जस्टिफाई नहीं कर पाएंगे। इस टाइप से गलत ढंग का ये इलेक्शन कंडक्ट किया जा रहा है। इससे मेरी निवेदन है फादर शाहजी से कि ये जो है जो रिटर्निंग ऑफिसर, वर्तमान रिटर्निंग ऑफिसर है आज की तारीख में, जो नदारत रिटर्निंग ऑफिसर जो गायब हुए थे वो आज आ गए हैं 2 तारीख को। इनकी ड्यूटी है कि ये इस संपूर्ण इलेक्शन को कैंसिल करके फिर से री इलेक्शन स्टार्ट करे, प्रक्रिया को स्टार्ट करे और उसके बाद में भले वो मार्च हो जाए, अप्रैल हो जाए, कोई चिंता की बात नहीं है। नई कमेटी आएगी वो 10 दिन बाद लेगी चार्ज, लेकिन होगा ये काम करना उनका। अगर वो सच्चाई के पीछे चलने वाले व्यक्ति है तो उनको ड्यूटी बनता है इसको ये करे। अगर नहीं करते हैं तो निश्चित रूप से ये कोर्ट में चैलेंजेबल है, रजिस्ट्रार कोर्ट में भी चैलेंजेबल है, सेक्रेटरी कोर्ट में भी चैलेंजेबल है। हर जगह इनको ये दिक्कत का सामना पड़ना पड़ेगा। वो जहाँ भी कैविएट लगे, ये कैविएट से ये सुधरने वाला नहीं है। तो ये है साथियों इनका इलेक्शन के अंदर में जो खामियां जो आपको दिख रहा है। मैं इस तत्संबंध में मैंने इनको लेटर लिख के दिया था। ये उसी दिन 24 तारीख को मैंने लेटर लिख के दिया था ये, और इनको लेटर लिख के दिया जो कि इन्होंने रिसीव तक नहीं किया है। अरे भाई लेटर दे रहे हैं तो लेटर रिसीव करिए, क्यों नहीं लेटर रिसीव कर रहे हैं आप? निर्वाचन अधिकारी बन के बैठे हो, आपकी गलतियां हैं। आप हमारा जो एप्लीकेशन स्क्रूटनाइज करने में आपने उसको कैंसिल किया है तो आपकी ड्यूटी बनती है कि उसको रिसीव करिए। मेरा इतना तो अधिकार बनता ही है कि भाई आप अगर आपने किया है तो उसको आपको उस एप्लीकेशन के उसको क्यों किया उसके बारे में मैं अपना जो तकलीफ मैं एक मेंबर, चर्च का सीनियर मेंबर होने के नाते मैं ये लिख के दे रहा हूँ। तो आपकी ड्यूटी बनती है इसको रिसीव किया जाए। आप रिसीव भी नहीं करेंगे, कुछ भी नहीं करेंगे, धार्मिक गुंडागर्दी करेंगे, ये तो उचित बात नहीं है। ये धार्मिक गुंडागर्दी बंद करिए। आप किसी को भी निरपराधी को या निर्दोष व्यक्ति को आप दंड देने का वर्षों से चले आने वाली प्रक्रिया हम देख रहे हैं बिलाईपल्ली में। तो ये बिलाईपल्ली के अंदर में ये अच्छे लोगों की ये गुंडागर्दी ये अधिक दिन नहीं चलेगा। ये बहुत तकलीफ में आप लोग पड़ेंगे क्योंकि अब आपने खेल खेलना शुरू कर दिया है। तो ये खेल हमको भी खेलना ज़रूरी है, इसीलिए हमने आपको ये लेटर दिया था। देखिए आपको मैं सबको लेटर दिया हूँ, इसको इस लेटर को देखिए, ये लेटर मैंने सबको दिया है और तमाम लोगों को मैंने दिया है लेटर, ये देखिए। तो आप लोग ने जो है उसको उस लेटर को मैं निर्वाचन अधिकारी आपके नाम से व्यक्तिगत रूप से शिनोय के नाम से दिया था, जिसको इन्होंने बाद में मैंने उसको बाई पोस्ट मैंने भेजा। तो ये इनकी हरकत है। तो इस टाइप का व्यक्तित्व है इनका। और इनको जब आप काम अच्छा कर रहे हैं तो फिर डर किसका है? നല്ല പണി ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കുന്ന എന്തിനാ? റിസീവ് ചെയ്യുന്നതിന് ലെറ്റർ റിസീവ് ചെയ്യുന്നതിന് മരിക്കത്തൊന്നും ഇല്ലല്ലോ, തെറ്റുകളൊന്നും. അത്ര പേടിയുള്ളവനൊക്കെ ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നത് എന്തിനാ? ആരോട് ഒരു ലെറ്റർ കൊടുക്കാൻ പോയ ആളിനോട് പറഞ്ഞു സാംസൺ ഷോമയിലെ കറസ്പോണ്ട് ആക്കാത്ത തൻ്റെ കൈ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കാല് കൊണ്ടെന്ന് പറഞ്ഞു. ദൈവം തൻ്റെ കാല് ഇപ്പം വെട്ടാൻ പോവാണ്. ഈ നോയമ്പ് സമയത്ത് താൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ മൂലം തൻ്റെ കാല് വെട്ടാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പം അതിന് റെഡിയായി നിന്നു. ഈ ദൈവത്തിന് അനുയോജ്യമല്ലാത്ത ഒരു കാര്യം പൊങ്ങച്ചത്തെ കൂടി നമ്മൾ അഹങ്കാര ബുദ്ധി കൂടി നമ്മൾ പൊങ്ങച്ചം കാണിച്ചു കഴിഞ്ഞാൽ
ഇത് നമുക്ക് സഫലീകരിക്കത്തില്ല. അതൊരിക്കലും നമുക്ക് നമ്മുടെ ആ ചിന്താഗതി തന്നെ അത് വളരെ മോശമായിരിക്കും. ആ മോശമായ ചിന്താഗതിയിൽ നമ്മൾ ഒരിക്കലും ഉണ്ടല്ലോ നമുക്ക് അത് പ്രയോജനപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം. യേശു ക്രിസ്തു വളരെ ജനിച്ചത് തന്നെ വളരെ താഴ്മയിലാണ്, അത് കഴിഞ്ഞ് ജീവിച്ചതും വളരെ താഴ്മയിലാണ്, നമ്മളെ പഠിപ്പിച്ചതും വളരെ താഴ്മയിൽ ജീവിക്കുക എന്നുള്ള പൊങ്ങച്ച് കാണിച്ചല്ല യേശു ക്രിസ്തു ജീവിച്ചത്. അപ്പോൾ അങ്ങനെ ജീവിക്കാനായിട്ട് അതിനെ അനുകരിച്ചുകൊണ്ട് യാചകന്മാരായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി നിങ്ങൾ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തമായ പൂജാകർമ്മങ്ങൾ ചെയ്യണം. ആ വ്യക്തമായ പൂജാകർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യേശു ക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പാതി നിങ്ങൾ ദൈവത്തെയും പാതി മാമോനെയും നിങ്ങൾ സേവനം ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും സ്വന്തമായിട്ട് നിങ്ങൾക്ക് അതിന് ദൈവം ഉയർച്ച ഉണ്ടാകത്തില്ല. ഒന്ന്, രണ്ടാമത് ഈ സഭയ്ക്കും അത് ക്ഷീണമുണ്ടാകും, ഈ കലീശയ്ക്ക് അതിൻ്റെ ക്ഷീണം ഉണ്ടാകും. आपकी ड्यूटी बनती है कि जीसस क्राइस्ट जो है वो नम्रता के साथ में जिया है, नम्रता के साथ में पैदा हुआ, नम्रता के साथ में जिया और नम्रता के साथ में पूरी अपनी क्रूस में चढ़ा हम लोगों के लिए, पापी लोगों के लिए. तो आज हम उसके अनुयायी हैं और उसकी कलीसिया को चलाने वाले याजक लोग हैं. आपकी ड्यूटी बनती है कि आप नम्र होकर काम चलिए. घमंड का रास्ता आप त्याग दीजिए. आप घमंड का रास्ता नहीं त्यागोगे तो ये जो है आपको इस मनोवृत्ति को जीसस क्राइस्ट जो है, इस मनोवृत्ति आपकी जो घमंड की मनोवृत्ति है उसको जीसस क्राइस्ट जो है कभी भी पसंद नहीं करता है, उसकी निंदा करता है. അതിനെ ദൈവം ഉണ്ടല്ലോ ഈ പൊങ്ങച്ചത്തിനെയും ഈ അഹങ്കാരത്തിനെയും ദൈവമുണ്ടല്ലോ അങ്ങേയറ്റം നിന്ദിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നമുക്ക് വായിക്കണമെന്നുണ്ട്. പ്രത്യേകം നമുക്ക് നമ്മുടെ സങ്കീർത്തനം പുസ്തകത്തിൽ 73 ചാപ്റ്ററിൽ 6 നമ്പർ വാക്യത്തിൽ നമുക്ക് അതിനെപ്പറ്റി കാണാൻ സാധിക്കും. യർമിയാവുടെ പുസ്തകത്തിൽ 13 നമ്പർ ചാപ്റ്ററിൽ 15 നമ്പർ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. आप देखेंगे इस चीज़ को भजन संहिता के अंदर में 73 अध्याय में 6वां पद में आप देखिए, और उसी तरह यिर्मयाह के पुस्तक में 13वां अध्याय में 15वें पद में आप देखिए. आपको विशेष रूप से ये देखा जाएगा. ये यीशु मसीह ने उन्हें फटकारा जो मनुष्यों के सम्मान प्राप्त करने के भूखे थे, जो मनुष्यों के सम्मान के लायक नहीं हैं, और वो जो है उनके सामान, और यदि वो घमंड यदि उचित घमंड कोई घमंड कोई भी हो, वह परमेश्वर पर अथवा सुसमाचार पर अथवा परमेश्वर की सेवा करने के सौभाग्य पर घमंड करता है तो वो निंदनीय है. ये आप भजन संहिता के 34 अध्याय में दूसरे पद में आप पढ़िए. रोमियो की किताब पहले पद में 16वें पद में पढ़िए. 15वें पद में अध्याय में 17वें पद में पढ़िए. ये आपको सुसमाचार करना या परमेश्वर की सेवा करना, ये परमेश्वर की सेवा है जो आप करते हैं. ये इस तरह से 420 का सेवा करना परमेश्वर की सेवा नहीं है. आप सीखिए. अभी आपका जुम्मे 4 दिन हुआ आपकी नौकरी, आप सीखिए. आप सीख कर इसको समझिए कैसे करना है, क्या करना है, इसको सीखिए. आप सीखना नहीं चाहते, आप बुजुर्गों को सिखाने चले हैं तो आपसे ऐसी गलती होगी. और ऐसे व्यक्ति को बाजू में बैठाते हैं जो आपका असिस्टेंट रिटर्निंग ऑफिसर के रूप में अपनी ड्यूटी निवारण करने के लिए एक निष्पक्षता का पालन नहीं करते हैं. वो ऐसे व्यक्ति को बाजू में बैठाकर आप काम करते, तो ऐसी गलतियां होगी. और उनके मार्गदर्शन में आप जो है दूसरों पर दंडात्मक कार्रवाई करते हैं. तो ये सब चीज़ें जो है आपको उचित नहीं है. ये ऐसे चीज़ों को आप लोगों को समझना है, और यही चीज़ आज हम लोगों को सीखना है. क्योंकि चोरी करना जो होता है वो किसी भी रूप का चोरी आप करो, भले वो पेपर में आप सिग्नेचर मारने में चोरी 420 की चोरी करो या फरेब की काम करो, ये सब जो है दंड के लायक है. आप जितनी कर रहे हो चोरी, 1 रुपये की चोरी कर रहे हैं तो उसका दुगने के हिसाब से आपको दंड भोगना पड़ेगा. ये आप नीति वचन के 20वें अध्याय में 15वें वाक्य में आप पढ़िए उसको. नीति वचन के 22वें अध्याय में 1 से लेकर 7वें तक में आप पढ़िए, तो आपको ये सब दिखेगा. कि आपको मेरे को बताने की ज़रूरत नहीं है, लेकिन फिर भी मैं इसलिए आपके समक्ष रखना चाहता हूँ कि ये जो कुछ भी आप जो कर रहे हैं, ये कोई भी चीज़ भगवान के लिए उचित नहीं है. ये गलत तरीका अपना रहे हैं. इस टाइप का गलत अपनाते हुए आप जो कि एक व्यक्ति के जिसमें आप इस एलिजिबिलिटी लिस्ट के अंदर में कहीं पे भी मेरे नाम के आगे में आपने कहीं लिखा है कि डिस्क्वालीफाइड पर्सन है करके. ये देखिए 25वें नंबर में मेरा नाम है. आपने कहीं लिखा है कि सो एंड सो इज डिस्क्वालीफाइड पर्सन है?
आपने लिखा है? नहीं लिखा है, हैं? और कैसे आपने मतलब मेरे नाम को एप्लीकेशन को डिस्क्वालीफाई किया? आपने लिखित में दिया मुझे? क्यों नहीं दिया? जब आप साफ सुथरा काम कर रहे हैं तो लिखित में देना भी आप सीखिए, हैं? आपने नीचे यहाँ पे लेटर में इधर पे आपने नोटिफिकेशन में आपने डाल दिया, तो इसका मतलब क्या कि वो मेरे लिए है, हैं? ये मेरे लिए है? आप एक बार भारत के संविधान को पढ़े हैं? भारत के संविधान के अंदर में क्या होता है? एक धारा आईपीसी धारा 20/2 के अंदर में आप खोल के पढ़िए, गूगल के अंदर में आपको दिखेगा कि किसी को एक बार अपराधी घोषित करने के उसको दंडात्मक कार्रवाई कर दिए आपने, उसके बाद दोबारा उसी अपराध में आप उसको दोबारा दंडात्मक कार्रवाई नहीं कर सकते हैं। आप कैसे कर रहे हैं ये सब चीज़ें? और दूसरी बात, आपका कॉन्स्टिट्यूशन क्या बोलता है? ये जो कॉन्स्टिट्यूशन आपका कॉन्स्टिट्यूशन है, ये कॉन्स्टिट्यूशन आपका है एमजीएम स्कूल का, इसमें कहीं पे भी आपको दंडात्मक कार्रवाई दिख रहा है? इसके अंदर में पढ़िए, आप इसको कहीं भी पढ़ के बताइए मुझे, कहाँ दंडात्मक कार्रवाई इसके अंदर में है? आपको ना आपको अधिकार है, ना डायोसिस को अधिकार है, ना मलंगरम सभा को अधिकार है। आपने अपने अधिकार को दुरुपयोग कर रहे हैं। आप कैसे अपने सेक्शन तो मलंगरम सभा का 128 सेक्शन में आप पढ़िएगा, 128 सेक्शन में स्पष्ट रूप से लिखा हुआ है। देखिए ये जो है आपका बाबा का लेटर है, बाबा का लेटर है, ये देखिए, ये बाबा का लेटर है, दीदी मौस बाबा का लेटर है। ये कब का है? ये भी डेट देख लीजिए। ये सब आपके पास में है, मुझे बताने की जरूरत नहीं है। आप प्रिजुडियस होकर एक्शन करते हैं तो उसमें आप देखिए क्या लिखा है इसमें, इस लेटर का तीसरे नंबर कॉलम में, वी अप्रूव द डिसीजन ऑफ द जनरल बॉडी डेटेड 11/7/2010 as per the minutes of alongside the complaint that you have submitted to us as your appealing authority except for decision number 8। डिसीजन नंबर 8 में मेरे से संबंधित था, उसको उन्होंने अप्रूव नहीं किया। क्यों नहीं किया? आगे सुन लीजिए। कंसर्निंग द एलिगेशन दैट यू हैव लेवल्ड अगेंस्ट सैमसन शोमेल, फॉर्मर कॉरेस्पॉन्डेंट ऑफ द एमजीएम स्कूल, द क्लोज नंबर 107 and 108 of the Constitution of the Malankara Orthodox Syrian Church clear stated that the parish assembly or the parish managing committee or the diocese assembly or the diocese council or the Malankara association or the association managing committee have no authority to take any disciplinary action whatsoever against any member of the church। ये आपका बाबा ने लिख के दिया है, आपके पास तो कॉपी है, मेरे को बताने की जरूरत नहीं है। ये देखिए, ये लिखा हुआ है? ये देखिए, इसको आपको पढ़ के समझ में नहीं आ रहा है इंग्लिश, है? उसके बाद भी आप प्रिजुडियस होकर आप धार्मिक गुंडागिरी कर रहे हैं बैठ के, हैं? ये सब श्राप का दिन है। ये आज अभी शबद का दिन चल रहा है। अब शबद के दिन में चूंकि मैं बोलना नहीं चाहता था, मैं भी खुद उपवास में हूँ, लेकिन मुझे मजबूर कर दिया आपने कि ये धार्मिक कार्य के बीच में अब संसारिक कार्य में भी मुझे आपको टोकना जरूरी था। मैं इसलिए इस विषय को मैं आपके सामने लाया हूँ। ये आप सेक्शन 128 पढ़िए क्लियरली, आपका मलंगरम सभा के हिसाब से। ना तो आपके इस कॉन्स्टिट्यूशन चर्च ऑफ स्कूल का कॉन्स्टिट्यूशन में नहीं है इस चीज़, ना वो मलंगरम पत्रापोलिता बोल रहा है। मलंगरम पत्रापोलिता क्लियर लिख दिया आपको, उसके बावजूद भी अकल नहीं है आपको, है? थोड़ा भी अकल नहीं है? आपको कब खोपड़ी में क्या गाय का गोबर भरा है? बेजा भरा है, गोबर भरा है? ഇത് മലങ്കര മെത്രാപ്പോലിത്ത എഴുതിയിരിക്കുന്ന കൽപ്പനയാണ്. പള്ളി അസംബ്ലിക്കോ, പള്ളി മാനേജിംഗ് കമ്മിറ്റിക്കോ, ഡയോസിസ് അസംബ്ലിക്കോ, ഡയോസിസ് മാനേജിംഗ് കമ്മിറ്റിക്കോ, മലങ്കര അസോസിയേഷനോ, മലങ്കര മാനേജിംഗ് കമ്മിറ്റിക്കോ, ഇവർക്ക് 3 പേർക്കും ഒരു വ്യക്തിക്ക് അഗനസ്റ്റായിട്ട് സെക്ഷൻ 107 അനുസരിച്ചും 128 നമ്പർ വകുപ്പ് അനുസരിച്ചോ അവർക്ക് അഗനസ്റ്റായിട്ട് പണിഷ്മെൻ്റ് എടുക്കാൻ അവകാശമില്ല. ഇത് ദീദിമോസ് ബാബ എഴുതി നിങ്ങൾക്ക് തന്നിരുന്ന ലെറ്ററാണ്, അത് എൻ്റെ കോപ്പി എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളത് ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾക്കിവിടെ എഴുതി സൊസൈറ്റി ഫർമാൻസ് രജിസ്റ്ററിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ചിൻ്റെ സ്കൂളിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അത്? പിന്നെ താങ്കൾ എങ്ങനെ ഇതിനൊരു ഡിസിഷൻ എടുത്തു? 2010 എൻ്റെ കേസ് സെറ്റിൽഡ് ആയ 14 കൊല്ലം കഴിഞ്ഞു. 15 കൊല്ലം കഴിഞ്ഞ ഈ കേസിനെ താങ്കൾ കൊണ്ടല്ലോ 2012 ഒരു ഡിസിഷൻ പൊട്ട ഡിസിഷൻ എടുത്തെന്ന് പറഞ്ഞിട്ട് ആ ഡിസിഷൻ എനിക്ക് വാദമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പം തീരുമാനം എടുക്കുന്നോ? നാണോ മാനോ ഒന്നുമില്ലേ? എന്തിൻ്റെ സോക്കേടാണ് നിങ്ങൾക്ക്? ഇതുകൊണ്ട് നിങ്ങൾ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല കുഞ്ഞുങ്ങളെ, ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കുറേ ബുദ്ധിമുട്ടിപ്പിക്കുക തന്നെ, അതെനിക്ക് പ്രശ്നമല്ല. ഞാനിത് 1997 തൊട്ട് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കിത് പുതിയ പുത്തഴിയൊന്നുമല്ല.
പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്ക് ശാപമായി തീരും. നിങ്ങൾക്ക് ഓരോ അച്ഛനായാലും തിരുമേനിയായാലും എല്ലാവർക്കും ശാപമായി തീരും. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് അവകാശമില്ല. ദൈവം നിങ്ങൾക്ക് അവകാശം തന്നിട്ടില്ല. ഒരു ഈദിൻ്റെ സെപ്പറേറ്റ് മെമ്പറിനെയാണ് നിങ്ങൾ പണിഷ് ചെയ്യാനായിട്ട് നിങ്ങൾ കുറേ പേർ കൂടിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ആ മാന്യന്മാർ ഇന്ന് കയറി സ്കൂൾ കമ്മിറ്റി കയറി, ഇപ്പം ലോട്ടറി ഇട്ടപ്പോൾ 3 പേർ ഔട്ടായി. എങ്ങനെ വീണ്ടും ആ വ്യക്തികൾ വീണ്ടും കയറാനായിട്ട് ഉദ്ദേശിക്കുന്നു? എങ്ങനെ കയറാൻ ഉദ്ദേശിക്കുന്നു? ഇപ്പം അറിവ് കിട്ടിയ അനുസരിച്ച്, അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് കമ്പ്യൂട്ടർ, പഴയ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്ത് ശരിയാക്കിയത് നിങ്ങൾ കോംബോ കമ്പ്യൂട്ടറിൽ നിന്ന് സുപ്പേലയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ട് അത് അവിടെ അത് ഓരോരുത്തടത്തുനിന്ന് വാങ്ങിച്ചോട് വന്ന് 10,000-2,000 രൂപയ്ക്ക് വാങ്ങിച്ചോട് വന്നിട്ട് റിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് 4,000-5,000 രൂപയ്ക്ക് തിരിച്ചു വരും. ആ 4,000-5,000 രൂപയുടെ കമ്പ്യൂട്ടർ നിങ്ങൾ 12,000 രൂപയ്ക്കാണ് നിങ്ങൾ ഓരോ കമ്പ്യൂട്ടർ വെച്ച് മേടിച്ചത് എന്നുള്ള അറിവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ശരിയാണോ ഇല്ലയോ നിങ്ങൾ ഈ അച്ഛൻ ഉൾപ്പെടെ തിരുമേനി ഉൾപ്പെടെ എല്ലാവരും ഇത് വെരിഫൈ ചെയ്യേണ്ടത് ഡ്യൂട്ടിയാണ്. ഇത് എന്നിട്ട് 60 കമ്പ്യൂട്ടർ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. 60 കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് അതുകൂടാതെ നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ചാർജ് വേറെയും കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ കൂടി നിങ്ങൾ ഒരു യൂസ് എമൗണ്ട് നിങ്ങൾ അവിടെ നിങ്ങൾ വെട്ടിച്ചിട്ടുണ്ട്. അതാരാണ് ഉത്തരവാദി അതിൻ്റെ അകത്ത്? എൻറ്റയർ കമ്മിറ്റി അതിൻ്റെ അച്ഛൻ തിരുമേനി തൊട്ട് താഴോട്ടുള്ള എല്ലാ കമ്മിറ്റിക്കാരും. ആ കമ്മിറ്റിയിൽ നിന്ന് ദൈവം നിങ്ങളെ ലോട്ടറിയിൽ നിന്ന് ഇറക്കി വിട്ട വീണ്ടും നിങ്ങൾ കമ്മിറ്റിയിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നു. ഒരുത്തന്നെ കമ്മിറ്റിയിൽ കമ്പ്യൂട്ടർ പഴയ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കമ്മീഷൻ മേടിക്കണം. അതിൽ നിന്ന് നിങ്ങൾ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അതിൽ കമ്മീഷൻ മേടിക്കണം. ക്യാമറ ഫിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വൗച്ചറിൽ സിഗ്നേച്ചർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കിടന്ന് വെള്ളം വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നിങ്ങൾ താങ്കളുടെ വീടുകളിൽ തനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാണോ MGM സ്കൂളിൻ്റെ പുറകെ നടക്കുന്നത്? താൻ MGM സ്കൂളിൽ ജോലിക്ക് കയറണോ? താൻ എന്തിനാ ഈ മാനേജിംഗ് കമ്മിറ്റി കയറിയിട്ട് മോഷണം നടത്തുന്നത്? ഇതൊക്കെ ദൈവദോഷമാണ് എൻ്റെ സഹോദര. ഈ മോഷണം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നമുക്ക് സഭയ്ക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നമ്മുടെ തത്വത്തിനും പറഞ്ഞിട്ടുള്ളതല്ല. അപ്പം ആരായിരുന്നാലും ആ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളവർ രണ്ടാമത് ആ കമ്മിറ്റിയിലേക്ക് തൽക്കാലം കയറാൻ പാടില്ല. നിങ്ങളുടെ ഈ തെറ്റുകൾ നിങ്ങൾ ആരാണ് അതിൻ്റെ അകത്ത് ഉത്തരവാദി എന്ന് വെച്ചാൽ അതിൻ്റെ ഭൂരിപക്ഷം കമ്മിറ്റിയിൽ ഉള്ള എല്ലാ ആൾക്കാരും ഞാൻ പറയുന്നില്ല, അവരൊക്കെ ചില നിരപരാധി കാണും. പക്ഷെങ്കിൽ അവരും കൂട്ടുത്തരവാദിത്തത്തിൽ വരുന്നുണ്ട്. ജോയിൻറ്റ് കസ്റ്റോഡിയൻസാണ് അവരെല്ലാം. അവർ ആ ജോയിൻറ്റ് കസ്റ്റഡി എന്നുള്ള നിലയിൽ അവർ കൂട്ടുത്തരവാദിത്തം വരുന്നുണ്ട്. അവരവരുടെ പ്രൊട്ടക്ഷൻ രേഖപ്പെടുത്തണം, കമ്മിറ്റിക്കകത്തും തീരുമാനമെടുത്തും രേഖപ്പെടുത്തണം, ജനങ്ങളുടെ മുൻപിൽ അവർ രേഖപ്പെടുത്തണം. ഞങ്ങളാണ് തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് നിങ്ങളെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആരിൽ ഉത്തരവാദിയായിട്ടുണ്ടെങ്കിൽ ഇന്നാരാണ് ഉത്തരവാദി എന്ന് പറയണം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വാങ്ങിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ ഹെഡിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ക്യാപിറ്റൽ ഹെഡിൽ എന്ന് പറയാൻ ആരാണ്ട് ഡീൽ ചെയ്ത് ആ ക്യാപിറ്റൽ ഹെഡാണ് ഇപ്പം ലോട്ടറിയിൽ ഔട്ടായത്. വീണ്ടും അദ്ദേഹം കയറുന്നത് എന്തിനാണ്? എന്താ വെച്ചാൽ ഇപ്പം സ്കൂളിന് ലാൻഡ് വാങ്ങിക്കുന്നു, കൺസ്ട്രക്ഷൻ വരുന്നു. ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലൊരു എമൗണ്ടിൻ്റെ ഒരു കോടിക്കണക്കിന് രൂപയുടെ അതിൻ്റെ അകത്ത് ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. അപ്പം അത് ഇതുപോലാണ് പ്രവൃത്തിയെങ്കിൽ അവിടെ അതുപോലായിരിക്കും പ്രവൃത്തി എന്ന് വിചാരിച്ചോണം. ഇത് സത്യമാണെങ്കിൽ നിങ്ങൾ ഇതിനെ വെരിഫൈ ചെയ്ത് നിങ്ങൾ പബ്ലിക്കിൻ്റെ മുൻപിൽ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ കടപ്പാടാണ്. എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഞാൻ ഇത് പറയുന്നു. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചില പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇത്ര നീതിമാനും സത്യവാന്മാരുമാണെങ്കിൽ സാംസൺ ഷോമേലിന് നിരപരാധിയായ സാംസൺ ഷോമേലിൻ്റെ പുറകെ നിങ്ങൾ ഇത്ര വലിയ ശക്തിയുമായിട്ട് നിങ്ങൾ കയറി അവിടെ നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾ സന്മനസ്സുള്ളവരാണെങ്കിൽ ഇതിന് നിങ്ങളെല്ലാവരും ബൈബിൾ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ ഈ അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ലല്ലോ, നിൽക്കാൻ പാടില്ല. तुमको सबको एक ईमानदारी की, अगर तुम लोग भ्रष्टाचारी से तुम लोग लड़ना चाहते हो, समाज के भ्रष्टाचारी से तुम लड़ना चाहते हो, तुम्हारे सभी की ड्यूटी बनती है कि तुम जो है सारे के सारे तुम बाइबल पकड़ के तुमको बाहर निकलना है और बोलना है कि ये मैं अपनी जवाबदारी, मौलिक जवाबदारी, नैतिक जवाबदारी लेते हुए मैं इसमें से दूर बढ़ रहूँगा. और ना तुम अगर कमेटी में घुस रहे हो, अगर ऐसा भ्रष्टाचारी हुआ है तो मैं विशेष रूप से बोल रहा हूँ, अगर हुआ है तो पूरे जो कमिटर बिशप से लेकर नीचे तक सभी को इसका शेयर गया है, मैं विश्वास कर रहा हूँ. अगर भले नहीं भी गया हो, इसमें कमेटी के अंदर कई लोग निर्दोष लोग होंगे, लेकिन वो निर्दोष लोग भी की जवाबदारी बनती है कि वो जो है इन्हीं के कारण तुम बदनाम हो रहे हो. तो आपकी ड्यूटी बनती है कि उस निर्दोषी लोगों को एक्सपोज करना. आप एक्सपोज करिए उसको, सभी को, और एक्सपोज करिए. बाइबल पकड़ के आप बाहर निकलिए और निकल के इसको बोलिए कि ये जो चोरी चमारी हमारे साथ में ये भाई लोगों ने किया है, इसलिए ये व्यक्ति को दोबारा नहीं चुनना है. ये दोबारा व्यक्ति क्यों हो रहा है, घुस रहा है? क्योंकि अभी बोरसी लैंड का डेवलपमेंट हो रहा है.
उसके वहाँ पे लैंड खरीदा जा रहा है, वहाँ कंस्ट्रक्शन शुरू होने वाला है, स्कूल शुरू होने वाला है, ये तमाम चीज़ें करोड़ों रुपए का बिजनेस शुरू होने वाला है। तो ये सब चीज़ निष्पक्षता से होगा। जब एक कंप्यूटर खरीदने में तुमने 6,000 का माल 12,000 में खरीद रहे हो, तो निश्चित रूप से ये इसमें तुम लोग क्या करोगे, ये तो इमेजिन, बियॉन्ड इमेजिन है। ये कितना कर सकते हो तुम लोग, हमको दिख रहा है दूर से। इसलिए कृपया, हम कोई एलिगेशन लग रहा है तो उस एलिगेशन के हिसाब से अपने आप को साफ करना सीखिए। हैं, दूसरों पे उंगली उठाते हो ना, तो ऐसे ही ईश्वर तुम लोगों को मौका देता है। तो ये चीज़ें आपको हमको समझना है। दूसरी बात, एक महान जो है, ये देखिए इनका खानदानी धंधा है। ये देखिए ये कौन है, नाम पढ़िए, ये आदमी कौन है, ये व्यक्ति कौन है, ये देखिए ये कौन है, नाम पढ़िए सब लोग हैं, ये पढ़िए नाम अच्छे से। ये नाम है, ये 20,000 रुपया लेकर ये देखिए 2012 में ये कमेटी में थे महान, है, उस समय लेके गए थे ऋण पुस्तिका बनाने के नाम से, हैं। ये देखिए 20,000 रुपये लेके गए हैं, ऋण पुस्तिका के नाम बनाएंगे, अब भी बनाएंगे बोल के ले गए थे। आज तक ये पैसा वापस नहीं आया है, ना ऋण पुस्तिका इन्होंने बना के दिया, और कमेटी से रिटायर होकर उस समय चले गए। और आज फिर खड़े हो रहे हैं, आज फिर खड़े हो रहे हैं। इनके खानदान से सभी को सभी कमेटी में चाहिए, हैं, इनको खानदान को पूरे हमेशा कमेटी में चाहिए, हैं। ये कमेटी में इनके खानदान वाले नहीं रहेंगे तो स्कूल और इसको पढ़ क्या खराब हो जाएगा, हैं। इनके बड़े भाई साहब जब कमेटी में थे तो यही हाल हुआ था कि 1 लाख नोटबुक खरीदा था ज्ञान गंगा से, हैं। कितने रुपए का भ्रष्टाचारी हुआ था सबको मालूम है, हैं। ये इसका इनके फादर और इनके बड़े भाई साहब ने सब मिलके बोरसी लैंड को जो खरीदा था, उसमें ये प्रोपोगंडा किया था कि उसमें मतलब जो भ्रष्टाचारी हुआ था। आज कहाँ है वो भ्रष्टाचारी? जमीन कम हो गया, कहाँ है वो? बाबू साहब के बाप के नाम से जमीन खरीदा गया था, कहाँ है वो? आज तुम माफ़ी मांगोगे इस सब चीज़ों का, हैं? तुम्हारे और ख़ानदान के कारण से आज जो बोरसी का जो लैंड का जो विकास नहीं हुआ, जो स्कूल नहीं हुआ 97 में जो शुरू करना था, ये उसका जवाबदार तुम ही लोग हो। आज माफ़ी मांगोगे जो गलतियां तुमने की हैं? इस टाइप की हरकतें तुम लोग करते हो सभा के लिए, समाज के लिए। എല്ലാത്തിനും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ, നിങ്ങൾ ബോർസി ലാൻഡിന് ബാബു സാറിൻ്റെ ഫാദറിൻ്റെ പേരിലാണെന്ന് പറഞ്ഞ് അതിൽ 85 സെൻറ്റ് വസ്തു കുറഞ്ഞെന്ന് പറഞ്ഞ് ഇല്ലാത്ത എലിഗേഷൻസ് എല്ലാം ഉണ്ടാക്കി നിങ്ങൾ ഇവിടെ കിടന്ന് ചെണ്ടയടിച്ചുകൊണ്ട് നടന്നിട്ട് ആ കമ്മിറ്റിയെ പിടിച്ചു വിടുവിപ്പിക്കുക ചെയ്തത് നിങ്ങൾ തിരുമേൻ്റെ കൂടെ കൂടിക്കൊണ്ട്. ഇന്ന് 85 വരാൻ 85 തിരിച്ചു കിട്ടി, പൈസയും തിരിച്ചു കിട്ടും. ബാബു സാറിൻ്റെ പേരിലുള്ളത് ബാബയുടെ പേരിലുമായി വസ്തു. എങ്ങനെയായിടും ഇതൊക്കെ? അപ്പോൾ ഇന്ന് താനും തൻ്റെ കുടുംബവും ക്ഷമ ചോദിക്കുമോ പള്ളിക്കാർ ഇന്ന് മധുവായുടെ മുൻപിൽ നിന്ന്? ഞങ്ങൾ അന്ന് തെറ്റുപറ്റിപ്പോയി, അന്ന് ഞങ്ങളത് ഉടക്കിലിട്ടില്ലായിരുന്നെങ്കിൽ അന്നൊരു സ്കൂൾ പണിയേണ്ടിയായിരുന്നു. ആ സ്കൂളിന് വികസനത്തിന് ഞങ്ങളാണ് ഉത്തരവാദി, ഞാനും എൻ്റെ ഫാദറും എൻ്റെ അനിയനും എൻ്റെ കുടുംബമാണ് അതിന് ഉത്തരവാദി എന്ന് നിങ്ങൾ പറയുമോ? സഹോദര, ഈ തെറ്റുകൾ ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കണം. ദൈവത്തിനെതിരെ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ കാണിക്കാനായിട്ട് ആൾക്കാർ ഇപ്പോഴും ജീവനോട് കിടപ്പുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും ഇതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഖാന്താനിൽ നിന്ന് ഒരുത്തൻ കമ്മിറ്റിയിൽ, ഒന്നെങ്കിൽ പള്ളി കമ്മിറ്റി, അല്ലെങ്കിൽ സ്കൂൾ കമ്മിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ സ്കൂളിൽ ഇല്ലെങ്കിൽ, നിങ്ങൾ അവരുടെ സ്കൂളെല്ലാം തകർന്നു പോവും, പള്ളി തകർന്നു പോവും. ദൈവത്തെ ഓർത്ത് ഈ പണിക്ക് നിങ്ങളും എൻ്റെ വോട്ടിടാൻ പോരുന്ന എല്ലാ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ള നിവേദനമാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു കാരണവശാലും കമ്മിറ്റിയിലേക്ക് കയറ്റാൻ പാടില്ല. ഒരു കാരണവശാലും. ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്ന എൻ്റെ സ്കൂളിൻ്റെ ഇൻട്രസ്റ്റിനും എൻ്റെ പള്ളിയുടെ ഇൻട്രസ്റ്റിനും എൻ്റെ സഭയുടെ ഇൻട്രസ്റ്റിനും വ്യക്തിപരമായിട്ട് പറയുകയാണ്, ഇങ്ങനെ കള്ളന്മാർ ഇങ്ങനെയുള്ള ഭ്രഷ്ടാചാരി ചെയ്യുന്ന ആൾക്കാരെ ഒറ്റ ദിവസം പോലും അവരെ കമ്മിറ്റിയിൽ ഇരുത്താൻ പാടില്ല. ഇവർക്കൊന്നും വോട്ടിടുകയും ചെയ്യില്ല. ഗ്രൂപ്പ് നോക്കി നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾ ദൈവത്തിന് നിരക്കാത്ത പണിയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ആലോചിക്കണം. നിങ്ങൾ വോട്ടിടുമ്പോൾ നിങ്ങൾ അവിടെ മധുവായുടെ അവിടെ മുൻപിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെയുള്ളവരെ കയറ്റിയാൽ ഈ നിരുത്തരവാദിത്തമായിട്ട് ഇദ്ദേഹം ഈ ഋൺ പുസ്തിക, ആ വസ്തുവിൻ്റെ നിർപുസ്തിക ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് 20,000 രൂപ വാങ്ങിച്ചിട്ട് പോയിട്ട് ഇന്ന് വരെ എൻ്റെ കണക്ക് തീർക്കാത്ത ഈ മനുഷ്യൻ വീണ്ടും സ്കൂൾ കമ്മിറ്റിയിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ശാപമായിരിക്കും, നമ്മുടെ സ്ഥാപനത്തിന് ക്ഷീണമായിരിക്കും. നമ്മുടെ സ്ഥാപനത്തിന് ഇങ്ങനെയുള്ള നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ കള്ളനെ പിടിച്ച് ചാവി കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആൾക്കാരെ ഒരു കാരണവശാൽ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരെ കയറ്റാൻ പാടില്ല. ഇതെൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒബ്ജക്ഷനാണ്. ഈ ഒബ്ജക്ഷൻ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെയും പറയണം, എല്ലാ കുഞ്ഞുങ്ങളോടും പറയണം. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള നമുക്കിങ്ങനെ പള്ളിപ്പണി ഇങ്ങനെയുള്ള
മിസ്യൂസ് ഓഫ് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരെ അല്ല നമുക്ക് ആവശ്യം. നമുക്ക് ദൈവികമായ രീതിയിൽ അതിനെ വളർത്തിയെടുക്കുന്നത് ഒരു സമൂഹത്തിനെയാണ് ആവശ്യം. ഇങ്ങനെയുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ സ്കൂൾ നശിച്ചു പോകത്തില്ല. സ്കൂൾ നമുക്ക് ഈ കറപ്ഷൻ ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് വേണം കയറ്റാനായിട്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വളരെ 10-ാം തീയതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ്. അടുത്ത എന്ന് വോട്ടിടുന്നോ ആ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ഇതുപോലുള്ള ആൾക്കാരെ കയറ്റാൻ പാടില്ല. ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്താൽ ഇത് ദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഞാൻ ഇന്ന ആർക്ക് കൊടുക്കണം ഇന്ന കൊടുക്കണം ഞാൻ പറയുന്നില്ല, എനിക്കെൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ കറപ്ഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരെ കയറ്റാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്, കറപ്ഷനിൽ കൂടെ അവിടെ കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയും കയറ്റാൻ പാടില്ല. കറപ്ഷനിൽ കൂടെ കമ്മിറ്റി കയറ്റിയിരിക്കുന്ന ഇന്ന് 3 പേര് കമ്മിറ്റിയിൽ നിന്ന് വെളിയിലിറങ്ങി, അത് 2 പേര് വീണ്ടും കമ്മിറ്റിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കാൻ വേണ്ടി അവർ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തോ ആവശ്യമാണ് ഇത്ര അവിടെ കിട്ടപ്പോരില്ലെങ്കിൽ എന്തിട്ട് ധൃതി വെച്ച് ഇത്ര വീണ്ടും രണ്ടാമത് കയറാൻ ആഗ്രഹിക്കുന്നത്? എന്തിന് കയറാൻ ആഗ്രഹിക്കുന്നു? അവിടെ കയറി എന്തോ ആണ് നിങ്ങൾ ഇത്രയും ഈ 2 കൊല്ലത്തിനാണ് നിങ്ങൾ ചെയ്തുണ്ടാക്കിയത്? എന്തോ ആണ് അപ്പോൾ സ്കൂളിൽ എന്താ ലാഭമാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തോ സ്കൂളിൽ നിങ്ങൾ പ്രയോജനം ഉണ്ടാക്കിയത്? കഴിഞ്ഞ പുതിയോത്തിൽ അത് ഈ പറയുന്ന ആൾക്കാരുടെ വായി വെള്ളമില്ലായിരുന്നല്ലോ. നിങ്ങൾ കഴിഞ്ഞ പുതിയോ നടന്നതിൻ്റെ അകത്ത് ഇദ്ദേഹത്തിന് വായി വെള്ളമില്ല. ഇന്ന് മുൻപത്തെ പുതിയോത്തിൽ കിടന്ന് ചാട്ടമായിരുന്നു, ജമ്പിങ് ആയിരുന്നു. ഇന്ന് എന്തായിരുന്നു കഴിഞ്ഞ പുതിയോത്തിന് വായി വെള്ളമില്ലായിരുന്നേ? ഇത് ഇങ്ങനെ ദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് ഉച്ചയ്ക്ക് വന്ന് തലച്ചോറി വന്ന് വീഴുമ്പോൾ പബ്ലിക് ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ ലോട്ടറിയിൽ ഔട്ടായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു ക്ഷീണവും നാണവും ഒക്കെ ഉണ്ടാവൂടൂ സഹോദര. അതിന് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതുകൊണ്ടല്ലോ ഇതുപോലെ ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഇലക്ഷനിൽ കൂടി ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഓടി തടന്ന് രായും പകലും ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ല. അന്ന് കയറി കഴിഞ്ഞിട്ട് താങ്കൾ ഇതാണ് ചെയ്യുന്നെങ്കിൽ ഇത് ആരായിരുന്നാലും ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റത്തില്ല, ഈ സഭയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും കയറ്റാൻ പാടില്ല. പുതിയതായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളെ നോമിനേഷൻ്റെ അകത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3 പേർക്ക് പകരം 8 പേര് നിൽപ്പുണ്ട്. 8 പേരിൽ ആരെയും നിങ്ങൾ കയറ്റ ഇന്നാരെ കേട്ടെന്ന് ഞാൻ പറയുന്നില്ല. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് യോഗ്യരായിട്ടുള്ളവരെ കയറ്റെ. നിങ്ങൾ അടുത്ത ആളിനെ പരീക്ഷിച്ചു നോക്ക് അവരെങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പം ഈ കയറിയ ആൾക്കാരെ കാട്ടിക്കുട്ടി വെച്ചത് നിങ്ങൾക്ക് ചൂടോടെ നിങ്ങളുടെ മുൻപിലുണ്ട്. അപ്പം നിങ്ങൾ എന്തിനു വീണ്ടും ആ ആൾക്കാരെ കയറ്റണം? അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കള്ളൻ്റെ കയ്യിലേക്ക് ചാവി കൊടുക്കാതെ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുടെ മുൻകൈ നിങ്ങൾ ശ്രമിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇളയ സഹോദരന്മാരും ചില എൻ്റെ മക്കൾക്ക് പ്രായമുള്ള പിള്ളേരാണ്, അവരോടൊക്കെ പറയാനുള്ളത് എനിക്ക് നിവേദനം. എൻ്റെ ആരും ശത്രുക്കളില്ല, നിങ്ങളോടെല്ലാം പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങളും തൽക്കാലം ഇതിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങളുടെ മണ്ടയിൽ എലിഗേഷൻ ഉണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇതിൽ നിന്ന് ഉത്തരവാദിത്വ ഭിന്നമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. എല്ലാ ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ ഉത്സാഹമായിട്ട് മാറിയിരിക്കണം. ഞാൻ വിചാരിച്ചു ഈ നോമിനേഷൻ വിഡ്രോളിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുമെന്ന്. പക്ഷേ നിങ്ങളാരും വിഡ്രോ ചെയ്തില്ല. നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് നിൽക്കുന്നതിനൊരു നാണവും ഇല്ലായിരുന്നു, ഒരു പൂശലും ഇല്ലായിരുന്നു. പബ്ലിക് അഥവാ സൂത്രത്തിൽ അങ്ങ് ജയിപ്പിച്ചു വിടുന്നെങ്കിൽ നമുക്കങ്ങ് കയറി പോകാം എന്നുള്ള ധാരണയാണ്. അതുകൊണ്ട് പബ്ലിക്കിന് അത്ര ബുദ്ധിയായിട്ട് പബ്ലിക്കിനെ മനസ്സിലാക്കേണ്ട. പബ്ലിക് യോഗ്യമാരായിട്ടുള്ളവരാണ്, കഴിവുള്ളവരാണ്, എല്ലാവരും ബുദ്ധിയുള്ളവരാണ്. ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ അതിൽ നിന്ന് മാറി നിൽക്കണം. ദൈവത്തെ ഓർത്ത് ഇത് സ്കൂളിൻ്റെ നന്മയ്ക്ക്. നിങ്ങൾക്ക് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് സഹോദരന്മാരെ. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കയറ്റാം നിങ്ങളെ. പക്ഷേ നിങ്ങളുടെ ഉണ്ടായിരിക്കുന്ന തെറ്റുകളെ നിങ്ങൾ തിരുത്തണം. അത് നിങ്ങൾ ആവശ്യമാണ്. ആ തെറ്റുകൾ നിർത്തി. ഞാൻ മനസ്സിലാക്കിയത് ഈ കമ്പ്യൂട്ടറിൻ്റെ വിഷയത്തിൽ അവിടെ കറസ്പോണ്ടൻ്റ് തന്നെ ഒരുത്തൻ അതിനെ ന്യായീകരിക്കാൻ വന്ന ഒരു കമ്മിറ്റിക്കാരൻ ഈ മേടിച്ചോട് വന്ന ആളിനെ ന്യായീകരിക്കാനായിട്ട് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോടാ പുല്ലേന്ന് പറഞ്ഞെന്ന് വരെ ഞാൻ കേട്ടത്. അപ്പം കറസ്പോണ്ട് അത്രയും ധൈര്യമായിട്ട് അത്രയും ഒന്നും മിണ്ടാത്ത ഒരു കറസ്പോണ്ട് അത്രയും പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ കാര്യമായ കാര്യം നടന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കണം. ഇത് തിരുമേനിമാർ സാംശോമേനെ ദ്രോഹിക്കാനായിട്ട് വരുമ്പോൾ തിരുമേനിമാരും അച്ഛന്മാരും ഇത് മനസ്സിലാക്കണം. ഈ കമ്മിറ്റിയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് അച്ഛൻ ഷാജി അച്ഛനോട് എനിക്ക് പറയാനുള്ള നിവേദനമുള്ളത്, അച്ഛന് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയാൽ അച്ഛന് കിട്ടേണ്ടതിലൊക്കെ കിട്ടും. അത് ഏത് കമ്മിറ്റി ആയിരുന്നാലും കിട്ടും. അതുപോലെ കൊച്ചച്ഛന് അദ്ദേഹത്തിനും കിട്ടും. ഇല്ല കയറിയിട്ട് നിയമവിരുദ്ധമായ പണി ചെയ്തിട്ട് ഓരോ കമ്മിറ്റിക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. ശമ്പളവും കിട്ടും, കിമ്പളവും കിട്ടും, എല്ലാം കിട്ടും. അതുകൊണ്ട് അതിനു വേണ്ടി മറ്റുള്ളവർ നീതിപൂർവ്വം നടക്കുന്ന ആൾക്കാരെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ശാപം നിങ്ങളുടെ തോളയിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് ഞങ്ങൾ വിടും. മനസ്സിലായോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തികേടിന് കൂട്ടു നിൽക്കല്ല. അച്ഛന്മാർ നിഷ്പക്ഷമായിട്ട് നിൽക്കണം. നിങ്ങൾക്കറിയാമോ,
മൂശയുടെ 28, 29, 30 എക്സോഡസിൻ്റെ ബുക്ക് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് എന്തുവാണ്? മൂശ പറയുന്നുണ്ട് യേശുവിനോട്, ദൈവത്തിനോട്, പരമേശ്വരനോട് പറയുന്നുണ്ട് എന്തുവാണ്? എൻ്റെ ഇസ്രായേലി ജനങ്ങളെ അവർ ദൈവിക നിൻ്റെ ബുക്കിൽ അവരെ കണക്കിലെടുക്കുന്നില്ല എങ്കിൽ എൻ്റെ പേരും അതിൽ നിന്ന് വെട്ടിക്കളയണം. അതായത് അതേ ഇസ്രയേലികളെ നയിച്ചു കൊണ്ടുവരുന്ന മൂശ പറയുന്നുണ്ട് എൻ്റെ പേരും അതിൽ നിന്ന് വെട്ടിക്കളയണം. എന്താണെന്നോ, അദ്ദേഹം ഒത്തിരി കഷ്ടപ്പാട് സഹിച്ച് അദ്ദേഹം പ്രാർത്ഥനയോടുകൂടി ആ ഇസ്രയേലികളെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് ചില സമയത്ത് ഇസ്രയേലികളുടെ വിളച്ചിൽ കാണണം, വൃത്തികേട് കാണണം, പല തെറ്റുകളും കുറ്റങ്ങളും അവരിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കാണുമ്പോൾ അതുകൊണ്ട് യഹോവ അവർക്ക് ശിക്ഷണ നടപടി സ്വീകരിക്കാൻ പോയി. അപ്പോഴാണ് പറഞ്ഞത്, അവരുടെ പേരുകൾ സ്വർഗരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ നിൻ്റെ ജനങ്ങളാണ്, നീ അതിലെടുക്കുന്നില്ല എങ്കിൽ എൻ്റെ പേരും അതിൽ നിന്ന് വെട്ടിക്കളയണം. അത്ര ധൈര്യത്തോടു കൂടിയാണ് മൂശ പറഞ്ഞത്. എവിടാണ് ആ മൂശയുടെ അനുയായിയായ ഷാജി ബേബി? ഫാദർ ഷാജി ബേബി എവിടാണ്? ആ മൂശയുടെ അനുയായിയായ ഷാജി ബേബിയുടെ മനസ്സെവിടെ പോയി? ആ സമയത്ത് സാംശോമേൽ പണിഷ്മെൻ്റ് കൊടുത്ത സമയത്ത് ഇപ്പം ഈ വൃത്തികേടുകളെല്ലാം നടക്കുമ്പോൾ എവിടെ പോയി ആ ന്യായം? ഈ ഫാദർ ഷിനോയുടെ മനസ്സ് എവിടെ പോയി ആ സമയത്ത്? ഇവർക്കെന്തോ തിയോളജിയിൽ പഠിച്ചതല്ലേ, അല്ലെങ്കിൽ ഇവർക്കൊന്നും കോളേജുകൾ പഠിച്ചതല്ലേ, ബൈബിൾ വായിച്ചതല്ലേ, എല്ലാ ദിവസവും കുർബാനകൾ അർപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു പുരോഹിതനായിട്ട് നിന്ന്, ഒരു പൂജാരിയായിട്ട് നിന്നുകൊണ്ട് യാഗങ്ങൾ അർപ്പിക്കുന്ന വ്യക്തി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലും അവരുടെ ചിന്താഗതികളും കാര്യങ്ങളും പ്രവർത്തികളും എല്ലാം ആ പൂജാരിയെപ്പോലെ നല്ല സന്മനസ്സുള്ളവരായിരിക്കണം. അവർ ആ മൂശയെപ്പോലെ ആയിത്തീരണം. പ്രാർത്ഥനയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിത്തീരണം. ആ പ്രാർത്ഥനയോടുകൂടി ജീവിക്കാത്ത വ്യക്തികളായിട്ട് മാറി തോണോസെ കയറുമ്പോൾ പ്രാർത്ഥിക്കാനും തോണോസിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കാനും പിശാചിനെയും സേവനം ചെയ്യുന്ന ആ ഒരു മനോവൃത്തി ഉണ്ടല്ലോ, അച്ഛന്മാർക്ക് പറ്റിയതല്ല. നിങ്ങളെ മാതൃകയായിട്ട് കണക്ക് ജീവിച്ചിരിക്കുന്ന ധാരാളം പേരുണ്ട്. അതിന് വ്യതിയാനം ഉണ്ടാവല്ലേ, അതിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കണം. അപ്പോൾ ആ ജീവശൈലി ഞങ്ങൾക്ക് പഠിച്ചു തരണം, ഞങ്ങൾക്ക് മാതൃകയായി മാറണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇതിനെ ചോദ്യം ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം, ദൈവത്തെ ഓർത്ത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഷാജി ബേബി അച്ഛനോട് ഞങ്ങൾ ലെറ്റർ ഓഗസ്റ്റ് 25 തീയതി ഞങ്ങൾ തന്നായിരുന്നു. ഇവിടെ പ്രിൻസിപ്പളിൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഞങ്ങൾ തന്നു. അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ അവിടെ കയറ്റി നിങ്ങൾ പ്രിൻസിപ്പളാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊണ്ടു തന്നു. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഇത് തെറ്റാണ് ചെയ്യുന്നത്, അതേ പഠിപ്പിച്ചിട്ടില്ല, ഒരു സ്കൂളുകളും പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെ പ്രിൻസിപ്പളാക്കാൻ ശ്രമിക്കുന്നു? അപ്പോൾ അത് തെറ്റാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ ശരിയാണ് പറയുന്നത്, ഞങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ പോകുന്നു. വെരിഫൈ ചെയ്തു, അത് മനസ്സിലാക്കിയെടുത്തോളം വെരിഫൈ ചെയ്തു. ബോംബെയിലെ ഒരു കമ്പനിയിൽ നിന്ന് വെരിഫൈ ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ ആ സർട്ടിഫിക്കറ്റ് മൊത്തം കള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ദൈവാധീനം കണ്ട് ആ വ്യക്തി പ്രിൻസിപ്പൽഷിപ്പിൽ CBSE എന്ന് പറയുന്ന അതിൻ്റെ ഫുൾ ഫോം പോലും അറിയാൻ വയ്യാത്തൊരു വ്യക്തിയായിരുന്നു ആ കാൻഡിഡേറ്റ് ആയിട്ട് നിന്നത്. CBSE എന്നോട് വേറെ ആരുമല്ല, അച്ഛൻ്റെ മുൻപിൽ വെച്ച് രജി ഉമ്മൻ ആണ് പറഞ്ഞത്. രജി ഉമ്മൻ, ഡൽഹിയിൽ നിന്ന് വന്ന രജി ഉമ്മനാണ് പറഞ്ഞത്. കൊച്ചുമ്മൻ്റെ മോൻ രജി ഉമ്മനാണ് പറഞ്ഞത്. രജി ഉമ്മൻ പറഞ്ഞ ഭയ്യ പേടിക്കണ്ട, അദ്ദേഹത്തിന് CBSE എന്തോന്ന് പോലും അറിയത്തില്ലെന്ന് പറഞ്ഞു. പേടിച്ച് വരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം കൊടുത്തെന്ന് പറഞ്ഞു. കൂടി എന്തിനാ ഈ വേർക്കുന്ന എന്താ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ആ രീതിയിലുള്ള ഒരു വ്യക്തിയാണ് അവിടെ നിങ്ങൾ പ്രിൻസിപ്പളായിട്ട് എടുക്കാൻ ശ്രമിച്ചത്. അതിന് താല്പര്യം കാണിച്ചതും തിരുമേനി. അപ്പം തിരുമേനി താല്പര്യം കാണിച്ചു, അച്ഛനും താല്പര്യം കാണിച്ചു. ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു. അന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയി. അച്ഛൻ പറഞ്ഞു പോവല്ലെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, മിസ്റ്റർ റോഷൻ പറഞ്ഞു, മിസ്റ്റർ ജേക്കബ് മാത്യു പറഞ്ഞു, മിസ്റ്റർ ഷെറിൻ പറഞ്ഞു, പിന്നെ ഈ രജി ഉമ്മൻ പറഞ്ഞു. ഇത്രയും പേര് പറഞ്ഞു പോവല്ലേ, നിങ്ങൾ നമ്മുടെ സ്കൂളാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ച് ഞങ്ങൾ പോന്നു. 1-ാം തീയതി കൊണ്ട് അച്ഛൻ ഞങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുത്തില്ലേ? ഷൈനി പ്രകാശിൻ്റെ കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി അവിടെ കേസ് കൊടുത്തില്ലേ? ഞങ്ങൾക്കെതിരായിട്ട് ട്രേസ് പാസ് ചെയ്തെന്ന് പറഞ്ഞ് എന്നിട്ട് എന്ത് സാധിച്ചു? ട്രേസ് പാസ് ചെയ്യാനാണോ ഞങ്ങളവിടെ വന്നേ? വൈസ് പ്രസിഡൻറ്റിന് ഞങ്ങൾ ഒരു നിവേദനം കൊടുക്കാനാണ് ഞങ്ങളവിടെ വന്നത്. വൈസ് പ്രസിഡന്റ് നിവേദനം കൊടുത്ത് ഞങ്ങൾ പോരുക ചെയ്ത്. അവിടെ അടിയും ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ടല്ലേ ഞങ്ങൾ വന്നേ. ആ കാൻഡിഡേറ്റിൻ്റെ സ്വന്തം ഒപ്പാപ്പൻ അവിടെ ആ കമ്മിറ്റിയിൽ ഇരിപ്പുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ CBSE ബയോളോസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്പർ 20 നമ്പർ വകുപ്പ് പറയുന്നത് ഒരു ക്ലോസ് റിലേറ്റീവ്സ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവരെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടില്ല, അവരെ ആ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ എടുക്കാനും പാടില്ല. ആ
വ്യക്തിയെ അന്ന് എടുക്കാതിരുന്ന് നിങ്ങൾ പലവട്ടവും ശ്രമിച്ചു എടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങളത് തെറ്റുകൾ. പക്ഷേ അതിൻ്റെ കൂടെ 3 പേർ നിന്നു ആ എടുക്കാനായിട്ട്. ആ 3 പേരുടെ പേര് ഞാൻ പറയുന്നില്ല. 3 പേർ നിന്നു എടുക്കാനായിട്ടാണ്. വെളിയിൽ ഒഴിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഏറെക്കുറെ അറിയാം. അവസാനം അദ്ദേഹത്തിന് എടുക്കാതെ വന്നു. ഇപ്പം നിങ്ങൾ PGT ആയിട്ട് ആ സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ടാണ് ആ മനുഷ്യനെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത്. അതിന് വേണ്ടി നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് സ്ട്രോങ്ലി ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നു. ഒരു കാരണവശാലും നിങ്ങൾ PGT ആയിട്ട് ആ സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് ആ മനുഷ്യനെ എടുക്കാൻ പറ്റുന്നത്. അതായത് PGTയിൽ CBSE സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറയാമെന്നുണ്ടെങ്കിൽ സാംസൺ ഷോമേൽ പിന്മാറിയേക്കാം. അച്ഛൻ ആ വ്യക്തിയെപ്പറ്റി അന്വേഷിച്ചിട്ട് അച്ഛൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ CBSEയിൽ ഈ സ്കൂളിൽ PGT ആയിട്ട് 10 കൊല്ലം അയാൾ പഠിപ്പിച്ചുകൊണ്ടെന്നുള്ള തെളിവുണ്ടെങ്കിൽ അച്ഛന് എടുത്തോ, ഞാൻ അതിൻ്റെ കൂടെ നിന്ന് ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യാം. അച്ഛന് KG ടീച്ചറായിട്ട് അവനെ എടുക്കാം, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് എടുക്കാം, എനിക്ക് വിരോധമില്ല. പക്ഷേ പിള്ളേരുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അത് വ്യക്തമായിട്ട് അതിന് വേണ്ടി ഞാൻ കൊടുക്കേണ്ടിടത്തെല്ലാം ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കും. എത്തറ്റം വരെ പോയാലും ഞാൻ പോവും. അത് പിന്നീട് പറയല്ല സാംസൺ ഷോമേൽ ഇന്ന രീതിയിൽ പോകാം. നിങ്ങളോട് വായും കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഗവൺമെൻറ് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. എന്നുവെച്ചാൽ വേലി തന്നെ വിളവ് ഇന്നുമാണ്. അച്ഛനും തിരുമേനിയും എല്ലാം ഒന്നായി കഴിഞ്ഞാൽ, പിന്നെ കമ്മിറ്റിക്കാർ ഒന്നായി കഴിഞ്ഞാൽ ഈ വെളിയിൽ നിൽക്കുന്ന ജനങ്ങളെല്ലാം വിഡ്ഢികളാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം. അത് പറ്റത്തില്ല, അലോ ചെയ്യത്തില്ല. അത് ഞങ്ങൾ അലോ ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് വിചാരിക്കേണ്ട സാംസൺ ഷോമേലിനെ പണിഷ്മെൻറ്റ് തന്നിട്ട് PGT ആയിട്ട് മോനെ അങ്ങ് കയറ്റി ഇരുത്താമെന്ന് വിചാരിച്ചാൽ അത് പറ്റില്ല, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരത്തുള്ളൂ. BJP ഗവൺമെൻറ്റാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള വിളച്ചിലുകൾ പബ്ലിക്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാവും. പിന്നീട് കരങ്ങിയിട്ട് കാര്യമില്ല. അതിന് ഇടമുണ്ടാകൽ. അത് മാത്രമേ എനിക്ക് പറയാൻ റിക്വസ്റ്റ് ഉള്ളൂ. ഇങ്ങനെ PGTക്ക് ആ വ്യക്തി യോഗ്യനല്ല ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. 10 കൊല്ലം അയാൾ CBSE സ്കൂളിൽ പഠിപ്പിച്ചതായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അച്ഛൻ വ്യക്തമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എന്നെ കാണിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ എടുപ്പിക്കാൻ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡേഷൻ ചെയ്യാൻ തയ്യാറാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഇത്രയും കിടന്ന് കഷ്ടർ പറയേണ്ട കാര്യം, ഇത്രയും മത്സരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പം മാർച്ച് മാസത്തിൽ ഏത് PGT പിള്ളേർ കുറഞ്ഞു. 400 പിള്ളേരുള്ളിടത്ത് 190 പിള്ളേരേ ഉള്ളൂ ഇപ്പം 12th. 11ാം ക്ലാസ് വന്നിട്ടുമില്ല, ജൂലൈയിലേ വരത്തുള്ളൂ. ഇപ്പോഴേ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്ത് വെക്കാനിരിക്കുവാണോ? അപ്പോൾ ഇത് രാഷ്ട്രീയം കളിച്ച് അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ അവർ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അവർക്ക് നിങ്ങൾ കൊടുത്തു. നമ്മുടെ പള്ളിക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ യോഗ്യരായിട്ടുള്ളവർ ആരാന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് അവിടെ സ്ഥിരമായിട്ട് 10-20 കൊല്ലം പഠിപ്പിച്ചിട്ടുള്ളവരുണ്ട്, അവർക്ക് കൊടുക്കുന്നതിന് ഒരു വിരോധമില്ല. അത് അവർക്ക് കൊടുക്കണം, ന്യായമായുള്ള കാര്യമാണ്. പക്ഷേ അതല്ലാത്ത ഒരു വ്യക്തി ജീവിതത്തിൽ പഠിപ്പിക്കാത്ത ട്യൂഷൻ ക്ലാസ് എടുത്തുകൊണ്ട് നടന്ന ഈ വ്യക്തികളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് സ്കൂളിൽ കിടക്കുക. അത്ര വിഡ്ഢികളാണോ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ? ऐसे व्यक्ति को आप किसी रूप में ना ले, ये मेरी चेतावनी है आपसे. जो आदमी ट्यूशन पढ़ाया ज़िंदगी भर, CBSE स्कूल में आप उसने कभी कोई एक्सपीरियंस नहीं लिया, वो व्यक्ति को जो उसको प्रिंसिपलशिप में आपने लेने की कोशिश किया, उसका सर्टिफिकेट आपने वेरीफाई किया बॉम्बे की कंपनी से, वो फैक निकला है. और उसके बाद में आप उसी सर्टिफिकेट को रखकर आप जो है अभी जो है ये आपने मतलब ये किया है. और अभी मैंने आपको ये भी बता देता हूँ, देख लीजिए. ये देखो, मैंने उसके दस्तावेज प्राप्त करने के लिए मैंने शिक्षा विभाग में दे दिया है, और मुझे दस्तावेज मिलना चाहिए. नहीं मिलेगा तो मैं पूरा हिंदुस्तान को हिला के मैं दस्तावेज ले लूँगा आपसे. ये देखो, उस पूरा दस्तावेज देख लीजिए, पढ़ लीजिए इसको अच्छे से. मुझे आदेश हो चुका है, ये कॉपी आपको आने वाला है. ये मैंने शिक्षा विभाग को मैंने लिखा है कि ये दस्तावेज मुझे चाहिए. ये 4 व्यक्ति का जिसका आपने 7 दिन के अंदर मुझे दस्तावेज देने के लिए, मतलब जो है ये जो है प्रथम अपीली अधिकारी प्रभास कुमार सिंह बघेल साहब ने जो है शिक्षा विभाग को, आपने भले आप पटा लिए होंगे, लेकिन शिक्षा विभाग साहब जो अधिकारी को लिख दिया है और आपको आने वाला है 7 दिन के अंदर मुझे देना है. आपको नहीं दोगे तो मैं राज्य शासन में जाके मैं ले लूँगा, टेंशन मत लेना, मैं छोड़ने वाला नहीं हूँ. इसलिए ये जो हरकत मुझसे करते हो ना, तो सोच के समझ के करना. मैं संस्था के फ़ायदे के लिए काम कर रहा हूँ, संस्था के विरोध में नहीं कर रहा हूँ. मेरे को उस व्यक्ति से कोई मतलब तकलीफ़ नहीं है. वो मेरा पारिवारिक संबंध वाले बच्चे हैं, और उस बच्चों के लिए मैं बिल्कुल जी जान लगा के कभी भी मेरी ज़रूरत पड़ेगी मैं साथ में खड़ा रहूँगा. यदि आप बोलिए
वो व्यक्ति के पास में रिक्वायर्ड क्वालिफिकेशन आप जो दिए एडवर्टाइजमेंट के हिसाब से 10 साल का क्वालिफिकेशन, और क्वालिफिकेशन है पीजीटी के लायक और अकाउंट्स बनाने लायक है, आप मुझे दस्तावेज दिखाइए और वो दस्तावेज है उस तो ज़रूर आप उसको लीजिए, हमें कोई तकलीफ़ नहीं है, हम उसको हम आपके साथ उनके साथ खड़े रहेंगे। लेकिन मुझे मालूम है उसके पास दस्तावेज नहीं है, वो आदमी ने कभी पढ़ाया नहीं है, वो आदमी ने ट्यूशन क्लास को पढ़ाया, ऐसे व्यक्ति को रखकर आप जो है ले रहे हैं तो ये उचित नहीं है। और मैं इसको पूरा तरह से स्ट्रांगली मैं विरोध करूँगा, और ऊपर तक मैंने उसकी शिकायत भी कर दी है, और आगे आपको शिकायत भी कर दी है, मैं बता देता हूँ अभी से, आगे और शिकायत में बढ़ाऊँगा। इसीलिए अभी मैं जिस लेवल पे शिकायत करना मैं वहाँ तक कर दिया हूँ, आपको भी शिकायत कल मैं देने वाला हूँ। और आप किसी भी कीमत पे आप बैठ कर अध्यक्ष हो तो ढंग से बैठिए, अध्यक्ष बन के नहीं बैठ सकते छोड़ के चले आइए, कोई एतराज़ नहीं हमको। आपके जैसे और भी आएंगे, कोई जो भी आएगा ईमानदारी से काम करने वाला हमको चाहिए। ये पूरा जो समाज है, ये जो ईश्वरी विचारधारा से चलने वाला समाज है, ईश्वरी विचारधारा से चलने वाले समाज में हमको किसी प्रकार के हमको जो है पाप के रास्ते में हमको जाना नहीं है। अगर पाप के रास्ते में यदि आप जाते हो तो हम उसके विरुद्ध में है। तो आप अगर पाप के लिए आप हमें पकड़ोगे, हम आपका साथ दे नहीं सकते। इसलिए आपको हमको यही कहना है, ये लिखा है वचन, नीति वचन में, मेरी आज्ञा को मान, इससे तू जीवित रहेगा है, और मेरी शिक्षा को अपनी आँख की पुतली जान। आपको परमेश्वर का वचन के हिसाब से चलना है, परमेश्वर की आज्ञा को मान कर इस संस्था को चलाना है। पादरी हो चाहे कमेटी वाले जो भी है, उसकी ड्यूटी है। आप ये मत समझिए कि शाम से शौमेल को वहाँ से हटा दिए, ये कर दिए, मैं तो अपनी जगह पे आ जाऊँगा वापस, चिंता मत करिए, मेरी चिंता बिल्कुल मत करिए। हैं, आपने मेरे साथ अन्याय किया, मैं वो देखना चाह रहा था। हैं, आज आप अन्याय किए हो, अन्याय के विरुद्ध में आपने मेरे से मैं अपनी जगह पे वापस आप और बड़े आराम से आ जाऊँगा। उस दिन आप लोगों को शर्मिंदा होना पड़ेगा, लेकिन परमेश्वर के द्वारा दिया गया ये कॉन्स्टिट्यूशन आ गया, ये परमेश्वर की आज्ञाएँ हैं, ये परिमल तिरमेनी की आज्ञा है, ये जीसस क्राइस्ट का आज्ञा है। इस आज्ञा के हिसाब से आपको चलना है। ये आज्ञा इसीलिए बोला है नीति वचन में कि मेरी आज्ञा को मेरी आज्ञाओं को मान, उससे तू जीवित रहेगा, और मेरी शिक्षा को अपनी आँख की पुतली जान। है, ये आपका जो है नीति वचन 7वां नंबर अध्याय में 2 वचन आप पढ़िए इसको। तो ये साथियों, ये सब चीज़ें इतना आसान चीज़ें नहीं है, आप जो मर्जी आप अपने कर लेंगे और बाकी लोग सब देखते रहेंगे, ऐसा नहीं है। तो इसलिए मेरे को ये आपसे यही कहना है कि आप इसको बहुत ही सूक्ष्मता से आप इसको चलाइए। आप अपनी मर्ज़ी से नहीं चला सकते हैं। आप यदि सोचोगे मैं अपनी मर्ज़ी चला लूँगा, बाकी सब गधे लोग हैं, ऐसा मत सोचिए। सब लोग समझता है, और मेरा यही कहना है कि इसको, ये जो संस्था को व्यभिचार करना बंद करिए, संस्था को व्यभिचार करना बंद करिए, संस्था को ईमानदारी से चलाइए। व्यभिचार यानी जो, मेरा कहने का मतलब, संस्था के साथ आप जो अन्याय कर रहे हो वो करना बंद करिए। संस्था को अन्याय करता तो हमारा परमेश्वर रोता है, संस्था को अन्याय करते तो ये सभी जो उपवास के समय में आप संस्था के साथ में आप जो भी अन्याय करते हो, संस्था के परमेश्वर जिसके कलीसिया है वो कलीसिया रो रहा है। आपको मैं एक उदाहरण बता रहा हूँ कि इस समाज के अंदर में ये जिस प्रकार हम लोग अशुद्धियाँ को दूर करने के लिए हम लोग लड़ रहे हैं, उसमें एक गिलास दूध के अंदर में एक बूंद अगर जहर पड़ गया, वो संपूर्ण दूध को फेंकना पड़ता है। वो संपूर्ण दूध, एक बूंद, वन ड्रॉप, ഒരു ഗ്ലാസ് പാലിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് വിഷം വീണ് കഴിഞ്ഞാൽ ആ മൊത്തം പാല് കളഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലാണ് ഈ സമുദായത്തിൻ്റെ ഈ പറയുന്ന കോശലന്മാരും ഈ കക്കുന്നവരും മോട്ടിക്കുന്നവരും ഭ്രഷ്ടാചാരി കറപ്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ പാലിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് വിഷം പോലാണ് അത് കളഞ്ഞേ പറ്റത്തുള്ളൂ. അത് നമുക്ക് കൊണ്ട് കുടിക്കത്തില്ല നമ്മളാരും. എന്താ വെച്ചാൽ മരിക്കാൻ നമ്മൾ ആർക്കും ആഗ്രഹിക്കുന്നില്ല. പണ്ട് ഒരു ആൾ കഥ പറഞ്ഞ പോലെ, അതായത് ഒരു പള്ളിക്കകത്ത് ഒരു സ്വപ്നം കണ്ട ഒരു കഥയാണ്. ആ കണ്ടപ്പോൾ പള്ളിക്കകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് എല്ലാം വാളുകളാണ് കിടക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് കയറിപ്പോണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും വാള് കൊള്ളും. അപ്പം ഈ വാളുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ഈ തൂങ്ങിക്കിടക്കുമ്പോൾ ആ വ്യക്തി കയറി പള്ളിക്കകത്തോട്ട് പോവുക, ദൈവത്തെ കാണാൻ പോകുമ്പോൾ എന്താ വാളുകൾ മേളിൽ കൂടെ ആകാശത്ത് താഴോട്ട് കിടക്കുക. അപ്പം ഇതിൻ്റെ അകത്തൊന്നും കയറിപ്പോകാൻ പറ്റുന്നില്ല. പോകുമ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയാമോ, നോക്കിയപ്പോൾ ഉണ്ടല്ലോ എങ്ങോട്ട് ഇറങ്ങിയാലും ആ വാളെ കൊള്ളുമ്പോഴത്തെ മുറിവാണ്. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ ഈ വാളെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ സ്വപ്ന മനുഷ്യൻ കണ്ടത് എന്തുവാണ്? ഈ വാളെന്ന് പറഞ്ഞാൽ
പിശാചിക ശക്തികൾ നിറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ധാരാളം. നമ്മുടെ ഈ പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ, ഇവരുടെ വാളുകളാണ് ഈ പള്ളിക്കകത്ത് നിൽക്കുന്നത്. ഈ വാളുകൾ മൊത്തം അത് കണ്ട അർത്ഥം ഇതാണ്, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്ത് പാപങ്ങൾ ചെയ്ത് നടക്കുന്ന ആൾക്കാരുടെ വാളുകളാണ് ആകാശം നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള പള്ളികളിൽ വരുമ്പോൾ ആ വാളുകൾ നമ്മുടെ ദേഹത്ത് കൊള്ളാതിരിക്കണം. അതിന് ആ വാളുകൾ മാറ്റാനായിട്ട്, ആ പിശാചി ശക്തികളെ മാറ്റാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഉത്സാഹിച്ച് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. അച്ഛനും കൂടെ കൂട്ടുനിന്നേ പറ്റത്തുള്ളൂ. രണ്ടച്ഛന്മാരും കൂട്ടുനിന്നേ പറ്റത്തുള്ളൂ. അതിന് അച്ഛൻ ഈ തെറ്റുകൾ ചെയ്തേച്ച് അച്ഛൻ അതിൻ്റെ അത് കടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ആദ്യം ഈ ഇലക്ഷൻ ക്യാൻസൽ ചെയ്യുക. ഇലക്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് നല്ല രീതിയിൽ അത് ഒരു റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടൊക്കെ നടത്തുക. അതാണ് ആദ്യത്തെ ഡ്യൂട്ടി. രണ്ടാമത്തെ ഡ്യൂട്ടി, എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന വ്യക്തികൾ കറപ്ഷൻ ചെയ്തിട്ട് രണ്ടാമത് കയറുന്ന ഈ വ്യക്തികൾ, കയറാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ വ്യക്തികൾ അവർ കയറാൻ പാടില്ല. മൂന്നാമത്, ഈ പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഈ പൈസ വെട്ടിച്ചിട്ടുണ്ടായെങ്കിൽ അത് അച്ഛൻ കണ്ടുപിടിച്ചിട്ട് പബ്ലിക്കിൽ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ സഹോദരന്മാരായിട്ടുള്ള നിഷ്പക്ഷമായിട്ടിരിക്കുന്ന സ്കൂൾ കമ്മിറ്റിയിലെ സഹോദരന്മാരോട് എനിക്ക് നിവേദനമുണ്ട്. അവരുടെ ഡ്യൂട്ടിയാണ് അവർ ഈ കാര്യങ്ങളെ വെളിയിലേക്ക് കൊണ്ടുവരണം. അവരവിടെ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളുമാണെന്ന് വിചാരിച്ചോണം. അത് നിങ്ങൾ വെളിയിൽ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങളുടെ ദൗത്യം നിങ്ങൾ തീർത്തു. നിങ്ങൾ അതിൻ്റെ അകത്ത് നിരപരാധിയായിരിക്കും. പക്ഷേ 3, ഈ പറയുന്ന ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരെ ഒരു കാരണവശാലും ഇവിടെ എടുക്കാൻ പാടില്ല. 2, അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഇമീഡിയറ്റ്ലി കമ്മിറ്റിയിൽ നിന്ന് റിസൈൻ ചെയ്യണം. അദ്ദേഹം അവിടെ കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഈ വിളച്ചിൽ തന്തയും മോനും കൂടെ കുത്തി ഇരുന്നുകൊണ്ട് ഈ വിളച്ചിൽ കാണിക്കുന്നത്, ഇപ്പം നീ ഇങ്ങനെയൊക്കെ ചെയ്തേ, കുറച്ച് കഴിയുമ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ നിന്നെ ഞാൻ ഒഫീഷ്യേറ്റിംഗ് അങ്ങ് പ്രിൻസിപ്പളാക്കിയേക്കാം. ആ കൊച്ചു പയ്യനെ മാറ്റിയിട്ടെ ഒഫീഷ്യേറ്റിംഗ് പ്രിൻസിപ്പളാക്കിയേക്കാം. ഈ ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ബുദ്ധിയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ അച്ഛനും ഉപ്പാപ്പനും മോനും എല്ലാം കൂടെ കൂടി നടക്കുന്ന ചക്രങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലായി. ഇത് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ക്രൂഷ്യലായിട്ട് പോകും, വളരെ മോശമായിട്ട് പോകും. അത് നിങ്ങൾക്ക് പിന്നെ പ്രയാസമായിട്ടുണ്ടാകും. അതുകൊണ്ട് മുളയിലെ അത് കുത്തിക്കളയുന്നതാണ് നല്ലത്. അതായിരിക്കും ഭാഗ്യം. അല്ലെങ്കിൽ അത് പിന്നീട് വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനൊന്നും പറയാൻ പറ്റത്തില്ല. 2, ഈ പറയുന്ന 20,000 രൂപ മോട്ടിച്ചോട് അന്ന് ഗ്രീൻ പുസ്തിക ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയ ഈ മഹാൻ അത് പൈസ കൊണ്ട് തിരിച്ചടച്ച് അതിന് മാഫി പ്രായശ്ചിത്തം ചെയ്തിട്ട് ഇദ്ദേഹം ഇവിടുന്ന് പോകണം. അല്ലാതെ അദ്ദേഹത്തിന് ആ 20,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് അദ്ദേഹത്തിൻ്റെ പേരിൽ കിടക്കുന്ന കാലത്തോളം അതിനെ എക്സ്പെൻഡിച്ചറായിട്ട് അദ്ദേഹം ബുക്ക് ചെയ്ത് കള്ളപ്രമാണം ഉണ്ടാക്കി ബുക്ക് ചെയ്ത് അന്നത്തെ നിലവിലിരുന്ന ആൾക്കാർ ബുക്ക് ചെയ്തേച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അതിന് കൂട്ടു നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ദയവേത് സഹോദരന്മാരെ, ആർക്കും എതിരായിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം കാണും, എനിക്കത് പ്രശ്നമല്ല. നിങ്ങൾ എന്നെ ഇട്ട് കുത്തിയപ്പോൾ എനിക്ക് ദേഷ്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകുന്നതിൽ എനിക്ക് പ്രശ്നവുമില്ല. നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ എനിക്ക് പറയാനൊന്നുമല്ല, എനിക്കത് ഞാൻ വലിയ മൈൻഡ് ചെയ്യുന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് കുത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് ഞുള്ളണ്ടായോ, ആ ഞുള്ള് അത് ഞുള്ളായിട്ട് അങ്ങ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കറപ്ഷനെതിരായിട്ടാണ് എൻ്റെ ഡ്യൂട്ടി. കറപ്ഷൻ ഈ കറപ്ഷനെ അവോയ്ഡ് ചെയ്യുക. ये करप्शन अवॉइड किया, भ्रष्टाचार को समाप्त करो. इसके लिए हमको सबको मिल के लड़ना है. ये संस्था को उत्तम बनाना है. सामसन शौमेल वहाँ पर रहे ना, कोई मतलब नहीं है, लेकिन आपको उचित बना. और अच्छा सोच रहा होगा कि मेरे को क्या 2 महीना रहना, मेरे को चले जाना है. आप रहो, 1 दिन भी रहो, ठीक से रहो, और ईश्वर के नाम से रहो. घमंड दिखाने की ज़रूरत नहीं है, चोरी करने की ज़रूरत नहीं है, मूर्खता दिखाने की ज़रूरत नहीं है. आप ईश्वरी भक्ति और शक्ति के साथ में रहिए. हम लोगों को आप एक आदर्शवान व्यक्ति बनकर आप हमारे सामने प्रस्तुत हुई है. और इस टाइप का ये 1 ग्लास दूध के अंदर में एक बूंद जहर डालने की, ऐसी जहरीले चीज़ें मत डालिए जिससे कि ये जहर जो दूध को हमको जो आत्मिक दूध है हम लोगों का जो आत्मीयता है हमारे समाज के अंदर में, उस आत्मीयता को नष्ट करने वाला जहर मत मिलाइए. यही मेरे आपसे निवेदन है. ഈ നമ്മുടെ പവിത്രമായ ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ ഉപവാസ സമയ പീരീഡുകൾ, നമ്മൾ ഈ പാഷൻ്റെ വീക്കുകൾ വരുന്നു, ഈ ക്രൂഷിഫൈ ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കമുള്ളവരായി മാറുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ
നിങ്ങൾ ഈ പവിത്രമായ ഈ പാലിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഇങ്ങനെയുള്ള വിഷമുള്ള പിശാചുകളുടെ വിഷത്തിൻ്റെ ഒരു ഡ്രോപ്പ് പോലും അതിൻ്റെ അകത്ത് വീഴാൻ പാടില്ല. അത് നമ്മൾ കഴുകിക്കളയണം. അല്ലെങ്കിൽ ഈ ആത്മീയത ഇവിടുത്തെ നഷ്ടപ്പെടുത്തേ ഉള്ളൂ. ഇത് നമുക്ക് വളരെ എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കുന്നു, വേദന ഉണ്ടാക്കുന്നു, എല്ലാവരും കരയാനുള്ള അവസരങ്ങളാണ്. ഇത് ഞാൻ അച്ഛൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷ അച്ഛൻ പറയാറുണ്ടോ? സ്നേഹത്തിൻ്റെ ഭാഷ. ആ സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് ഞാനും പറയുന്നത്. അതുകൊണ്ട് അച്ഛന് മനസ്സിലാവുമെന്നും ഞാൻ മനസ്സിലാവുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു. അച്ഛന് ധാരാളം ലെറ്ററുകൾ തന്നല്ലോ, അച്ഛൻ തീരുമാനങ്ങൾ സാംസൺ ഒത്തിരി എടുത്തല്ലോ. പക്ഷേ ഒറ്റത്തിൻ്റെ ലെറ്ററിൻ്റെ റിപ്ലൈ അച്ഛന് തരാൻ പറ്റിയില്ല. തൻ്റെ ഇടമില്ലെങ്കിൽ എന്തിനാ അച്ഛാ ഈ സന്തോഷ് അച്ഛനും രാജു അച്ഛനും എടുക്കാത്ത വിഷയം അച്ഛൻ ഇത്രയും പൊക്കിയെടുത്തിട്ട് അച്ഛൻ എന്തിനാ സാംസൺ ഷോമലിൻ്റെ പുറകെ കുത്തി തന്നത്? അച്ഛൻ്റെ ചരിത്രങ്ങൾ ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. അപ്പോൾ ഇത് അച്ഛൻ കളിക്കുന്ന എന്തൊക്കെയാണ് കളിക്കുന്നതെന്നുള്ളത് അച്ഛൻ്റെ ചരിത്രവും മെത്രാൻ്റെ ചരിത്രവും ഒക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അതുകൊണ്ട് ഇത് എനിക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുന്നു കേട്ടോ. അങ്ങനെയല്ലോ അച്ഛൻ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് അവിടെ കൈക്കലേൽ ഇങ്ങോട്ട് ത്രോണോസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയുന്നത് എന്ന് പറയുന്ന പോലെ സാംസൺ ഷോമയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത്. അത് കേൾക്കാൻ മനസ്സ് കാണിക്കണം കേട്ടോ എൻ്റെ അച്ഛാ, പ്രിയപ്പെട്ട അച്ഛാ. അതുകൊണ്ട് ഈ കള്ളനെയും കൂശലയും ഒക്കെ വെച്ചുകൊണ്ട് ഈ വിഷത്തിൻ്റെ പാലിൻ്റെ ആത്മീയതയുടെ പാലിൻ്റെ അകത്ത് വിഷം കലക്കാതെ അത് വളരെ സന്തോഷമായിട്ട് നല്ല പാലാക്കി എടുക്കുവാനായിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ മൂശയെ പോലെ അച്ഛൻ പ്രവർത്തിച്ച് ഞങ്ങളെപ്പോലുള്ള ഇസ്രായേലികളെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാനായിട്ട് അച്ഛൻ ശ്രമിക്കുക. അതിനുവേണ്ടി ദൈവത്തോട് ഈ പാപികളെ അഥവാ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന അവർ വിശ്വാസികളായിട്ട് എഴുതപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ പേരും വെട്ടിക്കളയാ എന്ന് പരമേശ്വരനായ യേശു ദൈവത്തോട് യഹോവയോട് പറ. അങ്ങനെ പറയുന്ന ഒരു അച്ഛനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് അത് പറയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ കറപ്ഷനെതിരായിട്ട് അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കും, എല്ലാ ജനങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. അച്ഛന് കിട്ടേണ്ടി അച്ഛന് കിട്ടും. അച്ഛൻ എങ്ങോട്ട് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് അച്ഛന് കിട്ടും, കൊച്ചച്ഛനും കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ നീതിപൂർവ്വം നടന്നാൽ മതി. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് ടു ഓൾ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവും കൂടുതലുണ്ടെങ്കിൽ ഭാഷയിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ആവേശത്തിലൊക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും. ക്ഷമിക്കുക, ഹൃദയം ശ്രമിക്കുക. നോയമ്പ് നമുക്ക് നന്നായി നടത്താം. അത് നന്നായി നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇലക്ഷൻ ക്യാൻസൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ. നമസ്കാരം.